പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി തന്നെയാണ്, അതിന്റെ തുടർച്ച തന്നെയാണ് നമുക്ക് ഇനിയും പഠിക്കാനുള്ളത്. അപ്പൊ അതിന് മുന്നേ എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ സ്കൂളില് കായികമേളയും സ്പോർട്സും ആർട്സും പിന്നെന്താ ശാസ്ത്രമേള എല്ലാം കഴിയും. നമ്മളിപ്പോ പഠിക്കാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ഒരുപാട് ആളുകൾ കുറെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അതിന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് അധ്യാപകരും തിരക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന സമയമാണ് ഇപ്പോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? LSS മാത്രം ശ്രദ്ധിക്കണം. LSS ഇനി നമുക്കൊരു 3-4 മാസം കൂടെ സമയമുള്ളൂ. അപ്പൊ ഇനി ബാക്കി എല്ലാ ചുറ്റുപാടുകളും ബാക്കിയുള്ള പരിപാടികളും എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് LSS നേടിയെടുക്കണം അല്ലെ? അപ്പൊ LSS നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. എങ്ങനെ പഠിക്കണം? നമ്മൾ ചിട്ടയായിട്ട് പഠിക്കണം. നല്ല നോട്ട്സ് ഒക്കെ വെച്ച് നല്ല ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ട് ആസ്വദിച്ച് പഠിക്കണം. ഇതുപോലെയുള്ള ഇവിടെ നമ്മുടെ ചിത്രത്തില് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള നല്ല നല്ല ഇതൊക്കെ നോട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാന് അല്ലെ? എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ പഠനം ആരംഭിക്കാം. അപ്പോ എന്തായാലും ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലെത്തി എല്ലാവരെയും നമ്മൾ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി നമ്മൾ ഈ തവളയെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തവളയുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തവള എന്ത് തരം ജീവിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കിനി തവളയുടെ അനുകൂലനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തവളയുടെ അനുകൂലനങ്ങൾ. അപ്പൊ നോട്ട് എല്ലാം റെഡി ആക്കിക്കോളൂ, പേൻ എടുത്തോളൂ. അനാവശ്യമായിട്ട് കമന്റ് ഇടുന്നൊന്നും വേണ്ട. അനാവശ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, റിയാക്ഷൻ വേണ്ട, അനാവശ്യമായിട്ട് ഇമോജി ഒന്നും വേണ്ട. ഞാൻ പറയുന്നത് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ തവളയുടെ അനുകൂലനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. തവളയുടെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? തവളയുടെ അനുകൂലനങ്ങൾ നമുക്ക് നോക്കാം അല്ലെ? ഇവിടെ നമ്മുടെ തവളയുടെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും തവളയുടെ പ്രധാനപ്പെട്ട കുറച്ച് അനുകൂലനങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തേത്, ചർമ്മബന്ധിതമായ വിരലുകൾ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. അപ്പൊ നമ്മൾ ഈ തവളയുടെ ചിത്രം നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ തവളയുടെ ചിത്രം നോക്കി, ഈ തവളയുടെ വിരലും ചർമ്മവും ഒന്നിച്ചാണുള്ളത്. തവളയുടെ വിരലും ചർമ്മവും ഒന്നിച്ചാണുള്ളത്. അതുകൊണ്ട് തന്നെ തവളയുടെ കാലിന് നല്ല വീതിയൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ കാലിന് നല്ല വീതി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ വിരലുകൾ ചർമ്മബന്ധിതാണ്. വിരലും ചർമ്മവും ഒരുമിച്ചാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വേഗത്തിൽ വെള്ളത്തിൽ നീന്താൻ കഴിയും. അപ്പോ ഒന്നാമത്തെ തവളയുടെ അനുകൂലനം, ചർമ്മബന്ധിതമായ വിരലുകൾ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. ചർമ്മബന്ധിതമായ വിരലുകൾ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് കമന്റ് ഇടൂ. കേൾക്കുന്നുണ്ടെങ്കിൽ. ഒരാൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ കേൾക്കാത്ത ആൾ എന്ത് ചെയ്യണം? നമ്മുടെ നെറ്റിന്റെ കണക്ഷൻ ഓക്കെ ആണോ എന്ന് നോക്കണം കേട്ടോ. കേൾക്കാത്ത ആളുകൾ നെറ്റിന്റെ കണക്ഷൻ ഓക്കെ ആണോ എന്ന് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ അനുകൂലനം നോക്കാം. എന്താ രണ്ടാമത്തെ അനുകൂലനം എന്നറിയോ? വെള്ളത്തിൽ നിന്ന് ത്വക്ക് ഉപയോഗിച്ചും കരയിൽ മൂക്ക് ഉപയോഗിച്ചും ശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തവള വെള്ളത്തിനടിയിൽ നിന്നും കരയിൽ നിന്നും ശ്വസിക്കാൻ കഴിവുള്ള ജീവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തവളയ്ക്ക് വെള്ളത്തിനടിയിൽ നിന്ന് ശ്വസിക്കാനായിട്ട് അതിന്റെ ത്വക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ സ്കിൻ കേട്ടോ. ത്വക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ തൊലി. അപ്പൊ വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ത്വക്കും, കരയിൽ ശ്വസിക്കാൻ വേണ്ടിയിട്ട് മൂക്കും. വെള്ളത്തിനടിയിൽ നിന്ന് ശ്വസിക്കാൻ ത്വക്ക്, കരയിൽ നിന്ന് ശ്വസിക്കാൻ മൂക്ക്. ഓക്കെ ആണോ? വെള്ളത്തിനടിയിൽ നിന്ന് ശ്വസിക്കാൻ വേണ്ടിയിട്ട് ത്വക്ക്, അതുപോലെ തന്നെ കരയിൽ നിന്ന് ശ്വസിക്കാൻ വേണ്ടിയിട്ട് മൂക്കുണ്ട്. അപ്പോ തവളയ്ക്ക് വെള്ളത്തിൽ നിന്ന് ശ്വസിക്കാൻ വേണ്ടിയിട്ട് ത്വക്കും, കരയിൽ നിന്ന് ശ്വസിക്കാൻ വേണ്ടിയിട്ട് മൂക്കുമുണ്ട്. ഓക്കെ, അത് അതിന്റെ ഒരു അനുകൂലമാണ്. ഇനി അടുത്തത് നോക്കാം. നീളം കൂടിയ പിൻകാലുകൾ വെള്ളത്തിൽ നീന്താനും കരയിൽ നീളത്തിൽ ചാടാനും സഹായിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ഈ ചിത്രത്തിൽ ഇതാ തവളേന്റെ കാലുകളൊക്കെ കാണുന്നുണ്ട് അല്ലെ? തവളേന്റെ കാലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തവളേന്റെ കാലുകൾ ഇതാ മുന്നിൽ 2 കാലുണ്ട്, പിറകിൽ 2 കാലുണ്ട്. പക്ഷെ ഈ പിറകിൽ കാണുന്നുണ്ടല്ലോ, ഞാൻ വേറെ ചിത്രം കാണിക്കാം. ഓക്കെ, ഈ ചിത്രം നോക്കിട്ടോ. ഈ ചിത്രം നോക്കി, തവളയുടെ മുന്നിലെ കാലുകൾ ചെറുതാ, പക്ഷെ പിറകിലെ കാലുകളോ വലുതാ. അത് മടക്കി വെച്ചിട്ടാണല്ലോ. നോക്കി, നല്ല മടക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പിറകിലെ കാലുകൾ നല്ല വലുതാണ്. എന്തിനാ ഇത് ഉപയോഗിക്കുന്നത്? ഇതുകൊണ്ട് എന്തുപയോഗമാണ് തവളക്കുള്ളത്? നീളം കൂടിയ പിൻകാലുകള് വെള്ളത്തിൽ നീന്താനും കരയിൽ നീളത്തിൽ ചാടാനും സഹായിക്കുന്നു. അപ്പൊ നമുക്കറിയാം, തവള നന്നായിട്ട് ചാടുന്ന ജീവിയാണ്. നല്ല നീളത്തിൽ ചാടാൻ കഴിയുന്ന ജീവിയാണ്. ചാടിയാണ് തവള സഞ്ചരിക്കുന്നത്. അങ്ങനെ ചാടാൻ സഹായിക്കുന്നത് ആരാണ്? തവളയുടെ പിറകിലുള്ള ഈ പിൻകാലുകളാണ്, വലിയ കാലുകളാണ്. അതുപോലെ തന്നെ തവളേനെ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നത് ആരാണ്?
പിറകിലുള്ള ഈ വലിയ കാലുകളാണ്. അപ്പോ തവളയ്ക്കുള്ള അനുകൂലനങ്ങളിൽ മൂന്നാമത്തേത് നീളം കൂടിയ പിൻകാലുകൾ വെള്ളത്തിൽ നീന്താനും കരയിൽ നീളത്തിൽ ചാടാനും സഹായിക്കുന്നു. അപ്പൊ നീളം കൂടിയ തവളയുടെ പിൻകാലുകൾ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ കരയിൽ ചാടാനും സഹായിക്കുന്നു. ഇനി അവസാനത്തേതാണ് വഴുവഴുപ്പുള്ള ശരീരം. തവളക്ക് കൊടുത്തിട്ടുള്ളത് കുറെ വഴുവഴുപ്പുള്ള ശരീരമാണ്. ആലോചിച്ച് നോക്കി, തവളക്ക് ഈ വഴുവഴുപ്പുള്ള ശരീരത്തിന് പകരം നമ്മുടെ കോഴിക്കൊക്കെ ഉള്ള പോലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികൾക്കുള്ള പോലെ കുറെ രോമങ്ങളൊക്കെ ഉള്ള ഒരു ശരീരമായിരുന്നെങ്കിലോ അതിന് ഇതുപോലെ നീന്താൻ കഴിയുമോ? ആ രോമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് നീന്താനേ കഴിയില്ല അല്ലെ. പക്ഷെ തവളക്ക് അനുകൂലമായിട്ട് എന്താ നൽകിയിട്ടുള്ളത്? വഴുവഴുപ്പുള്ള ശരീരമാണ്. അതുകൊണ്ട് തന്നെ തവളക്ക് നന്നായിട്ട് നീന്താൻ കഴിയും. തവളക്ക് വേഗത്തിൽ നീന്താൻ കഴിയും, വെള്ളത്തിലൂടെ വേഗം തുഴഞ്ഞു പോവാൻ കഴിയും. അപ്പോ അതിനു വേണ്ടിയിട്ട് തവളക്ക് കൊടുത്തിട്ടുണ്ട് വഴുവഴുപ്പുള്ള ശരീരം. അപ്പോ നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തേത് തവളയുടെ അനുകൂലനങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തവളക്ക് അനുകൂലനങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ വേണ്ടിയിട്ട് തവളയെ സഹായിക്കുന്ന അനുകൂലനങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാമത്തേത് ചർമ്മബന്ധിതമായ വിരലുകൾ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. അപ്പോ അതിന്റെ തൊലിയോട് കൂടിയ അല്ലെങ്കിൽ ചർമ്മത്തോട് കൂടിയ വിരലുകളാണ് തവളയ്ക്കുള്ളത്. അത് വെള്ളത്തിൽ നീന്താൻ തവളയെ സഹായിക്കുന്നു. അടുത്തതോ വെള്ളത്തിൽ നിന്നും ത്വക്ക് ഉപയോഗിച്ചും കരയിൽ നിന്ന് മൂക്കുപയോഗിച്ചും ശ്വസിക്കാൻ കഴിയുന്നു. അപ്പോ കരയിലും വെള്ളത്തിലും ശ്വസിക്കാൻ കഴിയും. വെള്ളത്തിൽ ശ്വസിക്കാൻ ത്വക്കും, നമ്മുടെ മീനുകളൊക്കെ പോലൊക്കെ തന്നെ വെള്ളത്തിൽ ശ്വസിക്കാൻ വേണ്ടിയിട്ട് ത്വക്കും, കരയിൽ ശ്വസിക്കാൻ വേണ്ടിയിട്ട് അതിന് മൂക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമാണോ, നീളം കൂടിയ പിൻകാലുകൾ വെള്ളത്തിൽ നീന്താനും കരയിൽ നീളത്തിൽ ചാടാനും സഹായിക്കുന്നു. അപ്പൊ പിൻകാലുകൾ അതിന്റെ മറ്റൊരു അനുകൂലനാണ്. വെള്ളത്തിൽ നീന്താൻ കഴിയും, അതുപോലെ തന്നെ കരയിൽ ചാടാൻ കഴിയും. ഇനി നാലാമത്തേത്, ഏറ്റവും അവസാനത്തേത് വഴുവഴുപ്പുള്ള ശരീരം. നമുക്കറിയാം, എന്താ കണ്ടു, ഇങ്ങനെ തിളങ്ങുന്ന പാമ്പിന്റെ ഒക്കെ പോലെ കണ്ടാ തോന്നുന്ന വഴുവഴുപ്പുള്ള ശരീരമാണ് നമ്മുടെ പാവം തവളക്കുള്ളത്. അതൊക്കെ അതിനെ വെള്ളത്തില് വേഗത്തിൽ നീന്താനും സഞ്ചരിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമാണ് അടുത്തതായിട്ട് വരുന്നത്. തവളയുടെ ജലത്തിലെ ശ്വസനാവയവം ഏതാണ്? എല്ലാവരും കമന്റ് ചെയ്യും. തവളയുടെ ജലത്തിലെ ശ്വസനാവയവം വേഗം കമന്റ് ചെയ്യൂ. തവളയുടെ ജലത്തിലെ ശ്വസനാവയവം. വെരി ഗുഡ്. ത്വക്ക് അല്ലെങ്കിൽ സ്കിൻ. വെരി ഗുഡ്. കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. സ്കിൻ ആണ് തവളയുടെ വെള്ളത്തിൽ, അല്ലെങ്കിൽ ത്വക്കാണ് തവളയുടെ വെള്ളത്തിലെ ശ്വസനാവയവം. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഉണ്ടോ? എല്ലാവരും റെഡി ആണെങ്കിൽ മാത്രം അടുത്ത ചോദ്യം. എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കണു. അടുത്ത ചോദ്യം ഓക്കെ, ഉത്തരാണേ. തവളയുടെ ജലത്തിലെ ശ്വസനാവയവം ത്വക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം. തവളയുടെ കരയിലെ ശ്വസനാവയവം ഏതാണ്? തവളയുടെ കരയിലെ ശ്വസനാവയവം വേഗം പറയൂ. തവളയുടെ കരയിലെ ശ്വസനാവയവം ഏതാണ്? കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. നോസ് കമന്റ് ചെയ്യുന്നുണ്ട്. കുറെ പേര് മൂക്ക് കമന്റ് ചെയ്യുന്നുണ്ട്. രണ്ടും ശരിയാണ്. മൂക്ക് അല്ലെങ്കിൽ നോസ് ആണ് തവളയുടെ വെള്ളത്തിലെ കരയിലെ ശ്വസനാവയവം. അപ്പൊ തവളയുടെ കരയിലെ ശ്വസനാവയവം നോസ് അല്ലെങ്കിൽ മൂക്കാണ് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം അല്ലെ. അപ്പൊ ഇനി നമ്മൾ ഇന്ന് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പാഠത്തിൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു സ്ലൈഡാണ് കേട്ടോ. നമുക്ക് കുറച്ച് ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ എന്താ നമുക്ക് നോക്കാം അല്ലെ. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാം. ഓരോ ചോദ്യങ്ങളും നമുക്ക് വായിച്ച് അതിന്റെ ഉത്തരങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, അനുകൂലനം എന്നാൽ എന്ത്? എന്താണ് അനുകൂലനം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ഓർമ്മിക്കാം. അനുകൂലനം എന്താന്ന് വെച്ചാൽ എന്താണ് അനുകൂലനം എന്താന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദ്യവും ഉത്തരവും അതുപോലെയുള്ള എല്ലാ പഠിക്കാൻ കുറെ ചിത്രങ്ങളൊക്കെ തന്നിട്ടുള്ള നോട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടില്ലേ? അപ്പൊ എന്തായാലും അനുകൂലനം എന്താ നമുക്ക് നോക്കാം അല്ലെ. അനുകൂലനം എന്നാൽ ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. ഒരു ജീവിക്ക് അത് ജീവിക്കുന്ന സ്ഥലത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സവിശേഷതകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോ അതിനാണ് നമ്മൾ അനുകൂലനം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മത്സ്യത്തിന്റെ അനുകൂലനങ്ങൾ എന്തെല്ലാം? എന്താണ് മത്സ്യത്തിന്റെ അനുകൂലനം? ഇവിടെ ആരോ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ പറയാമോ? നമ്മളുണ്ടല്ലോ,
നമ്മൾ മലയാളം തിരഞ്ഞെടുക്കാനുള്ള കാരണം, നമ്മൾ മലയാളത്തിൽ നോട്ട് എഴുതാനും മലയാളത്തിൽ ക്ലാസ് എടുക്കാനും ഒരു കാരണമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾ പോലും പലപ്പോഴും മലയാളമാണ് LSSന്റെ മീഡിയ ആയിട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. കാരണം EVS ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, മലയാളം മീഡിയം തിരഞ്ഞെടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോ ഇംഗ്ലീഷിൽ ഞാൻ ഉത്തരങ്ങളൊക്കെ പറയാം, എന്നിരുന്നാലും മലയാളമായിരിക്കും നമ്മുടെ മീഡിയം, നമ്മുടെ ക്ലാസ്സിന്റെ. ഓക്കെ. അപ്പൊ മത്സ്യത്തിന്റെ അനുകൂലനങ്ങൾ എന്തൊക്കെയാ? മത്സ്യത്തിന്റെ അനുകൂലനങ്ങൾ എന്തൊക്കെയാ? തോണിയുടേത് പോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. ഒന്നാമത്തെ അനുകൂലനം, തോണിയുടേത് പോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി. വെരി ഗുഡ്. ബോട്ട് ലൈക്ക് ഷേപ്പ്, ബോട്ടിന്റെ പോലെയുള്ള ഷേപ്പാണ്. അടുത്തതാണ് വഴുവഴുപ്പുള്ള ശരീരം. മൂന്നാമത്തതോ ശ്വസിക്കാൻ സഹായിക്കുന്ന ചെകിളപ്പൂക്കൾ. വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ അതിനുവേണ്ടി സഹായിക്കുന്നത് ചെകിളപ്പൂക്കളാണ്, അല്ലെങ്കിൽ ശകുലങ്ങളാണ് കേട്ടോ. ചെകിളപ്പൂക്കളാണ് അല്ലെങ്കിൽ ശകുലങ്ങളാണ്. ഇനി അടുത്തതോ വെള്ളത്തിൽ വെട്ടിത്തിരിയാൻ സഹായിക്കുന്ന വാൽ ചിറകുകൾ. നമുക്കറിയാം, നമ്മുടെ ഹെലികോപ്റ്റർ കണ്ടല്ലോ അല്ലെ? ഹെലികോപ്റ്ററിന്റെ ഒരു ചിത്രം വരയ്ക്കാൻ ഞാൻ ഇവിടെ, എനിക്ക് കഴിയുമെന്ന് അറിയില്ല. ഹെലികോപ്റ്ററിന്റെ ചിത്രം വരച്ചു നോക്കാം നമുക്ക്. ഓക്കെ, ഇത് ഹെലികോപ്റ്റർ ആട്ടോ, എനിക്ക് തോന്നുന്നില്ല. ഒരിട്ടൂടെ വരക്കാം. അവിടെ ശരിയായില്ല. ഇപ്പൊ നമ്മൾ ഒരു ഹെലികോപ്റ്ററിന് വരക്കാണ്. ഓക്കെ, 3 ചിറകുണ്ട്, ദെൻ ഇവിടെ കാലൊക്കെ ഉണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വാലുണ്ട്. ഈ വാലിന്റെ ഉള്ളിൽ ഒരു ബ്ലേഡ് ഉണ്ട് അല്ലെ? അപ്പോ ഈ ഹെലികോപ്റ്ററിന് എന്തിനാണ് ഈ പിറകില് ഈ ബാക്കിലുള്ള ബ്ലേഡ് എന്ന് ആർക്കെങ്കിലും അറിയോ? ഹെലികോപ്റ്ററിന്റെ ബാക്കിൽ എന്തിനാണ് ഇതുപോലെ പങ്ക് കൊടുത്തിട്ടുള്ള ആർക്കെങ്കിലും അറിയോ? നമ്മുടെ ഹെലികോപ്റ്ററിന് ബാക്കിൽ ഇങ്ങനെ പങ്ക് കൊടുത്തിട്ടുള്ളത് തിരിയാൻ വേണ്ടിയിട്ടാ. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന വലിയ ചിറക് വെച്ചിട്ട് അതിന് മുകളിലേക്ക് പൊങ്ങാൻ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ മുന്നിലോട്ട് പോകാൻ മാത്രമേ പറ്റൂ. ഹെലികോപ്റ്ററിനെ തിരിയാൻ വേണ്ടി സഹായിക്കുന്നത് ഈ ബാക്കിൽ കൊടുത്തിട്ടുള്ള പങ്കാ. അതുപോലെ സമാനമായിട്ട് നമ്മുടെ മീനുകൾക്ക് അനുകൂലമായിട്ട് വെട്ടിത്തിരിയാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് വാൽച്ചിറകുകളാണ് വെട്ടിത്തിരിയാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെയോ നിരനിരയായി ക്രമീകരിക്കപ്പെട്ട ശൽക്കങ്ങളും നമ്മുടെ മീനുകൾക്കുണ്ട്. അപ്പോൾ മീനിന്റെ അനുകൂലനങ്ങളാണ്, അല്ലെങ്കിൽ മത്സ്യത്തിന്റെ അനുകൂലനങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത് അല്ലെ? ഇനി അടുത്തത്, മത്സ്യത്തിന്റെ ആകൃതി എന്തിനെ പോലെയാണ്? ഓക്കെ, ഒരു ചോദ്യം, ഇതെല്ലാവരും കമന്റ് ചെയ്യണം. മൂന്നാമത്തെ ചോദ്യം, മത്സ്യത്തിന്റെ ആകൃതി എന്തിനെ പോലെയാണ്? വെരി ഗുഡ്. വഞ്ചിയെ പോലെ, തോണിയെ പോലെ, ബോട്ട് ഷേപ്പ്. വെരി ഗുഡ്. ഇനി അടുത്തത്, മത്സ്യം കരയിലിട്ടാൽ ചത്തുപോകാൻ കാരണം എന്താണ്? അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട്. മത്സ്യത്തിന് അന്തരീക്ഷ വായു ശ്വസിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മത്സ്യം കരയിലിട്ടാൽ ചത്തുപോകുന്നത്. എങ്കിൽ അടുത്ത ചോദ്യം, മത്സ്യത്തിന്റെ ശ്വസനാവയവം ഏതാണ്? ഇതെല്ലാവരും കമന്റ് ചെയ്യണം. വേഗം കമന്റ് ചെയ്യണം. മത്സ്യത്തിന്റെ ശ്വസനാവയവം ഏതാണ്? ഗിൽസ് ആണ് അല്ലെ? ചെകിളപ്പൂക്കളാണ്. വെരി ഗുഡ്. മത്സ്യത്തിന്റെ ശ്വസനാവയവം ശകുലങ്ങളാണ്, അല്ലെങ്കിൽ ചെകിളപ്പൂക്കളാണ്. ഇനി ആറാമത്തെ ചോദ്യം, മത്സ്യത്തെ വെട്ടിത്തിരിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? ഇമോജി അയക്കുന്നവർ നിർത്തണം കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്യാം, ഞാൻ ചോദിക്കുന്ന ഉത്തരങ്ങളൊക്കെ കമന്റ് ചെയ്യാം. പക്ഷെ അനാവശ്യമായിട്ട് ഇമോജി അയക്കുന്നവരൊക്കെ നിർത്തണം. ഓക്കെ, അപ്പോ മത്സ്യത്തെ വെട്ടിത്തിരിയാൻ സഹായിക്കുന്നത് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. അപ്പൊ മത്സ്യത്തെ വെട്ടിത്തിരിയാൻ സഹായിക്കുന്നത് വാൽച്ചിറകുകളാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താ? മരുരൂഹങ്ങളാണോ? മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താ? മരുരൂഹങ്ങൾ എന്നാണോ? വെരി ഗുഡ്. അപ്പോ മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പറയുന്ന പേര് സെറോഫൈറ്റ്സ്, മരുരൂഹങ്ങൾ. വെരി ഗുഡ്. ഇനി അടുത്തത്, മരുരൂഹങ്ങളുടെ അനുകൂലനങ്ങൾ എന്തെല്ലാം? മരുരൂഹങ്ങൾക്ക് എന്തൊക്കെ അനുകൂലനങ്ങളാണുള്ളത്? മരുരൂഹങ്ങൾക്ക് ഒരുപാട് അനുകൂലനങ്ങളുണ്ട്. ഞാൻ എന്തായാലും പറയാം, ഒരുപാടുള്ളതുകൊണ്ട്. തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നവയുമാണ്. മരുരൂഹങ്ങളുടെ അനുകൂലനങ്ങളായിട്ട് ഒന്നാമത്തത്, തണ്ടുകൾ കനമുള്ളതാണ്, പച്ച നിറമുള്ളതാണ്, ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ആവരണമുണ്ട്, അത് ജലം നഷ്ടപ്പെടുന്നതിനെ അത് പിടിച്ചു നിർത്തും. അപ്പോ തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ആവരണമുണ്ട്. മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള വേരുകളുണ്ട്. ആ വേരുകള് ആഴത്തിൽ നിന്ന് പോലും ജലം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. ഇതുപോലെ ഒരുപാട് അനുകൂലനങ്ങൾ മരുരൂഹങ്ങൾക്കുണ്ട്. പിന്നെയോ, ഇനി ജലസസ്യങ്ങളുടെ അനുകൂലനങ്ങൾ എന്തെല്ലാം നോക്കാം അല്ലെ?
ജലസസ്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജലസസ്യങ്ങളുടെ അനുകൂലങ്ങൾ എന്തെല്ലാം നോക്കാം. ഇലയിലും തണ്ടിലും വായു അറകളുണ്ട്. ജലസസ്യങ്ങൾ എന്തുകൊണ്ടാണ് പൊങ്ങിക്കിടക്കുന്നത്? ഇലയിലും തണ്ടിലും വായു അറകളുണ്ട്. ഇലയിലും തണ്ടിലും വായു അറകളുണ്ട്. വാട്ടർ പ്ലാന്റ്സിൽ അതിന് ഇലയിലും തണ്ടിലും വായു അറകളുണ്ട്. പിന്നെയോ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അത് മാത്രമാണോ? വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുന്നില്ല. മറ്റ് സസ്യങ്ങളെ പോലെ ഒരുപാട് വെള്ളം ഉണ്ടായി എന്ന് വെച്ചിട്ട് ജലസസ്യങ്ങൾ എന്ത് ചെയ്യില്ല, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകൂല അല്ലെ. നമ്മൾ വേറെ ഏത് മണ്ണിൽ മണ്ണ് നടന്ന ഏത് ചെടിയാണെങ്കിലും ചിലപ്പോൾ നന കൂടിപ്പോയാൽ പോലും നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കൂടിപ്പോയാൽ എന്ത് ചെയ്യും, അത് കേടായി പോകും, ചീഞ്ഞു പോകും അല്ലെ. പക്ഷെ ജലസസ്യങ്ങള് വെള്ളത്തിലാണ് കിടക്കുന്നത് എന്നാലും ചീഞ്ഞു പോകുന്നില്ല. പിന്നെയോ ഇലയിൽ മെഴുകു പോലെയുള്ള ആവരണം. ഇലയിൽ എന്തുണ്ട്? മെഴുകു പോലെയുള്ള ആവരണമുണ്ട്. ഇലയില് മെഴുകു പോലെയുള്ള ആവരണമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, ജലസസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്ത്? അപ്പോ ജലസസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം ആരോ ഒരാൾ പറഞ്ഞിരുന്നു, ഞാൻ ഇപ്പൊ കണ്ടുട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇലയിലും തണ്ടിലും വായു അറകൾ ഉള്ളതുകൊണ്ടാ. അപ്പൊ എന്തുകൊണ്ടാ ജലസസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? ഇലയിലും തണ്ടിലും വായു അറകൾ ഉള്ളതുകൊണ്ട്. 11ാമത്തെ ചോദ്യം, ഇപ്പൊ നമ്മൾ പഠിച്ചതാണ്. ഇതിന് എല്ലാവരും നിർബന്ധമായിട്ടും കമന്റ് ഇട്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ പറയണം കേട്ടോ. ഞാൻ ചോദിക്കുമ്പോ പറയണം എന്താന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യമാണ്. എന്താണ്? തവളയുടെ അനുകൂലനങ്ങൾ എന്തെല്ലാം? തവളയുടെ അനുകൂലനങ്ങൾ എന്തെല്ലാം? നിങ്ങൾ ഈ കമന്റ് ഇടണമെന്നില്ല, പറഞ്ഞാൽ മതി. ചർമ്മബന്ധിതമായ വിരലുകൾ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. വെള്ളത്തിൽ നിന്ന് ത്വക്ക് ഉപയോഗിച്ചും കരയിൽ നിന്ന് മൂക്ക് ഉപയോഗിച്ചും ശ്വസിക്കുന്നു. നീളം കൂടിയ പിൻകാലുകൾ വെള്ളത്തിൽ നീന്താനും കരയിൽ നീളത്തിൽ ചാടാനും സഹായിക്കുന്നു. വഴുവഴുപ്പുള്ള ശരീരമുണ്ട്. ഇപ്പൊ തവളയുടെ അനുകൂലനങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനിയുള്ള 2 ചോദ്യത്തിന്റെ ഉത്തരവും 12, 13 നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണാം. അതുകൊണ്ട് നിങ്ങൾ ഉത്തരം എഴുതൊന്നും വേണ്ട, കമന്റ് ചെയ്യൊന്നും വേണ്ട. നിങ്ങളൊന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഒന്ന് ഓർത്തെടുത്താൽ മതി. കാരണം നമ്മൾ കുറച്ചു നേരം മുന്നേ പഠിച്ച കാര്യമാണ്. ഒന്ന് ഓർത്തെടുത്താൽ മതി. ഓക്കെ. 12ാമത്തെ ചോദ്യം, തവളയുടെ ജലത്തിന് ശ്വസനാവയവം ത്വക്കാണല്ലേ. തവളയുടെ ജലത്തിന് ശ്വസനാവയവം ത്വക്കാണ്. 13ാമത്തെ ചോദ്യം, തവളയുടെ കരയിലെ ശ്വസനാവയവം എന്താണ്? മൂക്കാണ്. തവളയുടെ കരയിലെ ശ്വസനാവയവം മൂക്കും, ജലത്തിലെ ശ്വസനാവയവം ത്വക്കുമാണ് അല്ലെ. ഇനി നമുക്ക് എന്നാൽ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് നമ്മളൊന്ന് പരിചയപ്പെടുത്താണ്. നമ്മള് നാലിലക്കൂട്ട് എന്ന് പറയുന്ന ഈ LSS കോച്ചിങ് രംഗത്തൊക്കെ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് പേര്, ഒരുപാട് പ്രഗത്ഭരായ, നല്ല പ്രാവീണ്യമുള്ള, നല്ല പരിചയമുള്ള കുറച്ച് ആളുകൾ തുടങ്ങിയൊരു പരിപാടിയാണ് ഈ ടീം നാലിലക്കൂട്ടം. നിങ്ങൾക്ക് 2025-26 വർഷത്തിൽ നടക്കുന്ന LSS നിങ്ങൾക്ക് നേടി തന്നിട്ട് നമ്മൾ പിന്മാറും തീരുമാനിച്ചിട്ട് ഇറങ്ങിയതാ. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് LSS കിട്ടാൻ. ഇപ്പൊ നമ്മൾ എന്തിനാ ക്ലാസ് വെച്ച്? നിങ്ങളിപ്പോ ഫ്രീ ആയ സമയമാണ്. ഈ സമയത്താണ് നിങ്ങൾ പഠിക്കാൻ ആരംഭിച്ചവര് പൂർണ്ണമായിട്ടും അതിലേക്ക് തിരിയേണ്ടത് എപ്പോഴാണ്? ഈ സമയത്താട്ടോ. അപ്പോ നിങ്ങൾക്ക് LSS നേടി തന്നിട്ട് നമ്മൾ പിന്മാറുമെന്ന് തീരുമാനിച്ചിട്ട് നമ്മളൊരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. LSS കോച്ചിങ്ങിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ ലൈവ് ക്ലാസ്സസ് തരും നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ലൈവ് ക്ലാസ്സസ് തന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമാണോ, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പൊ നമ്മുടെ ആപ്പിനകത്ത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് കുറേ പാഠഭാഗങ്ങൾ നമ്മൾ റെക്കോർഡ് ക്ലാസ് നൽകിയിട്ടുണ്ട്. ആ കുട്ടികൾ അത് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് ചിത്രങ്ങളും പെങ്കിന്റെ ചിത്രവും പിന്നെന്താ എലിയുടെ ചിത്രമൊക്കെ കൊടുത്ത് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന, വൈബായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നോട്ട് അത് നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് തരും. അതുപോലെ അത് മാത്രമാണോ, നമ്മൾ എല്ലാവർക്കും മോഡൽ എക്സാം നടത്താറുണ്ട്. നിങ്ങൾ എല്ലാവരും മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ അടുത്ത് എത്തിയത്. അപ്പോ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ മോഡൽ എക്സാംസ് ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് തന്നെ നമ്മൾ തരും. പക്ഷെ നമ്മുടെ ആപ്പിനകത്ത് ക്വിസ് പോലെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, അതിന് പറ്റിയ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ നമ്മൾ എക്സാമിന് വേണ്ടി മാത്രമായിട്ട് ഡിസ്കഷൻസ് നടത്തും. നിങ്ങൾക്ക് വേഗത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട് തരും. നിങ്ങൾക്ക് ആർക്കും കുറെ പഠിക്കാൻ തോന്നാ, നമുക്ക് എല്ലാവർക്കും ഷോർട്ട് നോട്ടാ വേണ്ടേ അല്ലെ. അപ്പൊ നമ്മൾ അതുപോലുള്ള ഷോർട്ട് നോട്ടൊക്കെ നിങ്ങൾക്ക് തരും. അപ്പൊ നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനേ
ആകെ വേണ്ടത് എത്ര അറിയോ? ആകെ വേണ്ടത് 1000 രൂപയാണ്. ആകെ വേണ്ടത് 1000 രൂപയാണ്. അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ 1000 രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ LSS എക്സാം കഴിയുന്നത് വരെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സസ് കേൾക്കാം, നമ്മുടെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെ തന്നിട്ടുള്ള 2 നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ അഡ്മിന്മാരുണ്ടാവും അല്ലെ? നിങ്ങളുടെ നമ്മുടെ ഗ്രൂപ്പിലില്ലേ, 4 കൂട്ടത്തിന്റെ ഗ്രൂപ്പിൽ, ആ ഗ്രൂപ്പിൽ അഡ്മിന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ എന്ത് പറയും? അപ്പൊ എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്ക് ഇങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ മിഷൻ 2026 എല്ലാവർക്കും LSS നേടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോളി. നമ്മൾ നിങ്ങൾക്ക് LSS നേടി തന്നിട്ട് പിന്മാറും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ പോവാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമാണ്. അതിലങ്ങനെ തന്നെ ചിത്രമുണ്ട് അല്ലെ? അല്ല, ഉത്തരവുണ്ട്. എന്താണ് മരുഭൂമിയിലെ കപ്പൽ? മരുഭൂമിയിലെ കപ്പൽ ആരാണ്? ഓക്കെ, മരുഭൂമിയിലെ കപ്പൽ ആരാ? ക്യാമൽ. വെരി ഗുഡ്. ഒട്ടകമാണ് മരുഭൂമിയിലെ കപ്പൽ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മരുഭൂമിയിലെ കപ്പലായിട്ട് ഒട്ടകത്തിനെ പരിഗണിക്കുന്നത്? എന്തിനാ ഒട്ടകത്തിനെ മരുഭൂമിയിലെ കപ്പലിന് വിളിക്കുന്നത്? നമുക്ക് അറിയണ്ടേ? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത് കേട്ടോ. അപ്പൊ മരുഭൂമിയിൽ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ കുറുക്കനുണ്ട്, പിന്നെന്താ നമ്മുടെ ഒട്ടക പക്ഷിയുണ്ട്, പിന്നെ ഓസ്ട്രിച്ച് അതുപോലെയുള്ള പക്ഷികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്തുകൊണ്ടായിരിക്കും ഒട്ടകത്തെ മരുഭൂമിയിലെ കപ്പലിന് വിളിക്കുന്നത്? നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പോവാം. ഒട്ടകത്തിനുള്ള അനുകൂലനങ്ങൾ നമുക്കറിയാം. ഒട്ടകം ജീവിക്കുന്നത് മരുഭൂമിയിലാണ്. അപ്പൊ മരുഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ കുറച്ച് അനുകൂലനങ്ങൾ നമ്മുടെ ഈ പാവം ഒട്ടകത്തിനും കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമുക്കിനി പഠിക്കാൻ പോണത് കേട്ടോ. ഒന്നാമത്തേത്, ഇഷ്ടാനുസരണം തുറക്കാനും അടക്കാനും കഴിയുന്ന മൂക്ക് മണൽ കാറ്റുള്ളപ്പോൾ ശ്വാസകോശത്തിൽ മണൽ എത്താതെ സൂക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പൊ നമുക്കറിയാം, നമുക്ക് മൂക്കുണ്ട്, വായുണ്ട്, കണ്ണുണ്ട്. നമുക്ക് ഇതിൽ എന്ത് മാത്രമേ അടക്കാൻ കഴിയുള്ളൂ? വായ നമുക്ക് അടക്കാൻ കഴിയും, അതുപോലെ തന്നെ കണ്ണും അടക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ മൂക്ക് അടക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെ? അത് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ മരുഭൂമിയിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ മണൽക്കാറ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ മണൽക്കാറ്റ് അടിച്ചിട്ട് മണല് നമ്മുടെ ശ്വാസകോശത്തിൽ എത്തിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പാവ ഒട്ടകത്തിന്റെ ശ്വാസകോശത്തിൽ എത്തിയാൽ അതിന് ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ട് തന്നെ അതിന് അടക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൂക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ അറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യാം, യൂട്യൂബ് എടുത്തിട്ട് നമ്മുടെ ഒട്ടകത്തിന്റെ മൂക്കിൽ നിന്ന് സെർച്ച് ചെയ്യാം, നമ്മുടെ ക്യാമലിന്റെ നോസ് നിന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ നമ്മുടെ ഒട്ടകം മൂക്ക് അടക്കുന്നതും തുറക്കുന്നതും കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വായും കണ്ണും അടക്കുന്ന പോലെ ഒട്ടകത്തിന് മൂക്കും അടക്കാൻ കഴിയും. എന്തിനു വേണ്ടിയിട്ടാണ്? മണൽക്കാറ്റടിക്കുമ്പോ അതിന്റെ ശ്വാസകോശത്തിനകത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ അനുകൂലനം പറഞ്ഞു, ഒട്ടകത്തിന് അടക്കാൻ പറ്റുന്ന മൂക്ക് നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ശ്വാസകോശത്തിൽ മണൽ എത്താതെ സൂക്ഷിക്കാൻ. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ അനുകൂലനം നോക്കാം. എന്താണ് രണ്ടാമത്തെ അനുകൂലനം? മുതുകിലെ കൊഴുപ്പ് ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് ആരോ ഒരു മണ്ടത്തരം പറഞ്ഞു തന്നു കേട്ടോ. അതെന്തായിരുന്നു അറിയോ? ഈ ഒട്ടകത്തിന്റെ പുറകിലുള്ള കൂനയുണ്ടല്ലോ, അതിനകത്ത് ഫുള്ള് വെള്ളമാണ്. അപ്പോ ഒട്ടകം ഒരു സമയത്ത് വെള്ളം കുടിക്കുമ്പോൾ അത് കുറേ വെള്ളം കൊണ്ട് കുടിക്കും. 20 ലിറ്ററോ 30 200 ലിറ്ററോ ഒക്കെ വെള്ളം കുടിക്കും. എന്നിട്ട് കുറേ ദിവസത്തിന് പിന്നെ ഒട്ടകത്തിന് വെള്ളം വേണ്ടി വരില്ല എന്ന് എന്നോട് ആരോ പറഞ്ഞു. ഞാനാണെങ്കിൽ അന്ന് നിങ്ങളെ പോലെ നമുക്കൊന്നും ആരും പറഞ്ഞതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു. പക്ഷേ ഈ ഒട്ടകത്തിന്റെ കൂനയിലുള്ളത് വെള്ളമാണോ? ഒട്ടകത്തിന്റെ കൂനയിലുള്ളത് വെള്ളമാണോ? അല്ല. അപ്പൊ ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയണം എന്ത്? ഒട്ടകത്തിന്റെ കൂനയിലുള്ളത് വെള്ളമല്ല, മറിച്ച് അതിന് കുറേ കാലം മുതുകിൽ ഉള്ളത് കൊഴുപ്പാണ്. ആ കൊഴുപ്പ് അതിനെന്ത് ചെയ്യുന്നു? വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്നു. അപ്പോ ഒട്ടകത്തിന്റെ കൂനയിലുള്ളത് എന്താണ്? കൊഴുപ്പാണ്, ഫാറ്റ് ആണ് കേട്ടോ, ഫാറ്റ് ആണ്. അപ്പോ അതെന്ത് ചെയ്യാൻ പറ്റും? കുറെ കാലം വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ അനുകൂലനം പറഞ്ഞു അല്ലേ? ഇനി മൂന്നാമത്തെ അനുകൂലനം, നീളം കൂടിയ കാലുകൾ മരുഭൂമിയിലെ ചൂടിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു. അപ്പൊ നമുക്കറിയാം നമ്മുടെ മരുഭൂമിയിലെ മുകളിലുള്ളതിനേക്കാളും ചൂടാ മണലിനുണ്ടാവും അല്ലെ? മണൽ വേഗം ചൂടാവും. നമ്മളതൊക്കെ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്, മണൽ ചൂടായ കഥകളൊക്കെ അല്ലെ? മണൽ ചൂടായിട്ട് ആളുകൾക്ക് നടക്കാൻ പറ്റാതെ കാല് പൊള്ളിപ്പോയതൊക്കെ നമ്മുടെ
നമ്മുടെ സിനിമ ഉണ്ടല്ലോ, നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം. ആടുജീവിതം സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? മരുഭൂമിയിൽ ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നടക്കുന്നത്. അപ്പോ നമ്മുടെ ഒട്ടകത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒട്ടകം ചൂടുള്ള മരുഭൂമിയിലാണ് നടക്കുന്നതെന്നുണ്ട്. ആ ചൂട് അതിന്റെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് നോക്കി നമ്മുടെ ജിറാഫിനൊക്കെ കാണുന്ന പോലെ നല്ല നീളമുള്ള കാലുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല നീളമുള്ള കാലുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ നമ്മുടെ മരുഭൂമിയിലെ മണലിന്റെ ചൂട് ഒട്ടകത്തിന്റെ ദേഹത്ത് എത്തില്ല, അല്ലെ? അപ്പൊ മരുഭൂമിയിലെ മണലിന്റെ ചൂട് ഒട്ടകത്തിന്റെ ദേഹത്ത് എത്താതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെന്ത് കൊടുത്തിട്ടുണ്ട്? വലിയ കാലുകൾ കൊടുത്തിട്ടുണ്ട്. ഇനിയോ നാലാമത്തേത്, പരന്ന കാൽപാദങ്ങൾ മണലിൽ താഴ്ന്നു പോകുന്നത് തടയുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒട്ടകത്തിന്റെ കാലിലേക്കാ. ഒട്ടകത്തിന്റെ കാൽപാദങ്ങളിലേക്ക് നമുക്ക് കാൽപാദങ്ങൾ നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂട്ടോ, നിങ്ങൾ കാലിൽ നോക്കൂട്ടോ. ഇവിടെ നോക്കൂ, ഇത്ര വീതിയേ ഉള്ളൂ അല്ലെ? ഇവിടെ കുറച്ച് വീതിയേ ഉള്ളൂ, ഞാൻ വരച്ചത് കൂടി പോയല്ലേ. അപ്പോ കാല് നോക്കുമ്പോ ഇത്ര വീതിയേ ഉള്ളൂ. പക്ഷേ കാൽപാദം നോക്കുമ്പോഴോ ഒരുപാട് വീതിയുണ്ട്. എത്ര വീതിയുണ്ട്? മുകളിലുള്ളതിനേക്കാളും ഇരട്ടി വീതിയുണ്ട് അല്ലെ? എന്തിനായിരിക്കും ഇത് കൊടുത്തിട്ടുള്ളത്? ഇങ്ങനെ വീതിയുള്ള കാലുകൾ കൊടുത്തിട്ടുള്ളത്? അത് മണലിൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളത് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു കഥ പറയട്ടെ. എനിക്കൊരു ബൈക്ക് ഉണ്ട് കേട്ടോ. സാറിനൊരു ബൈക്ക് ഉണ്ട്. അപ്പൊ സാറ് ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ എവിടെയെങ്കിലും എത്തൂലേ? അപ്പൊ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയാ ബൈക്ക് നിർത്തുക? സ്റ്റാൻഡിൽ ഇട്ടിട്ടല്ലേ നിർത്തുക? സ്റ്റാൻഡ് നമ്മൾ എൻഗേജ് ചെയ്തിട്ട് സ്റ്റാൻഡ് താഴ്ത്തിയിട്ടല്ലേ നമ്മൾ വണ്ടി നിർത്തുക? ഞാൻ ഒരിക്കലും മഴക്കാലത്ത് ബൈക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടോ, ഒരു മണ്ണുള്ള സ്ഥലത്താണ് നിർത്തിയത്. അപ്പൊ എന്തായിന്നറിയോ? എന്റെ സ്റ്റാൻഡ് അങ്ങോട്ട് മണ്ണില് പൂഴ്തു പോയി. അത് അങ്ങോട്ട് താഴ്ന്നു പോയിട്ട് എന്റെ ബൈക്ക് അങ്ങോട്ട് മറിഞ്ഞു. പുതിയ ബൈക്കായിരുന്നു. എന്നിട്ട് എനിക്ക് ആകെ സങ്കടമായി. അപ്പൊ സാർ ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാണ് എന്റെ ബൈക്ക് മറിഞ്ഞു പോയത് അറിയോ? ഒരു കാര്യം, മഴ പെയ്തുകൊണ്ട് മണ്ണല്ല, നല്ല കുതിർന്ന് കിടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായി? വേഗം താഴ്ന്നു പോയി. പക്ഷെ അത് മാത്രമായിരുന്നില്ല കാരണം. എന്റെ ബൈക്കിന്റെ സ്റ്റാൻഡിന്റെ താഴെയുള്ള ഭാഗം ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം ബൈക്ക് താഴ്ന്നു പോയി. പക്ഷെ അന്ന് തന്നെ ഞാനൊരു കാര്യം ചെയ്തു. ബൈക്കിന്റെ സ്റ്റാൻഡിന്റെ താഴെ കുറച്ചുകൂടെ വലിയൊരു ഇരുമ്പ് പ്ലേറ്റ് എന്ത് ചെയ്തു പറയും, ഞാൻ വെൽഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. ഒരു വലിയൊരു വീതിയുള്ള ഒരു ഇരുമ്പ് പ്ലേറ്റ് ഒട്ടിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ എന്റെ ബൈക്കും താഴ്ന്നു പോയില്ല. അതുപോലെയാണ് നമ്മുടെ ഒട്ടകത്തിന് താഴെ വലിയ കാൽപാദം കൊടുത്തിട്ടുള്ളത്. അതിന് ഈ രീതിയിലുള്ള കാലാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മണലിൽ താഴ്ന്നു പോകില്ലേ? മനുഷ്യന്മാരുടെ കാല് പോലും താഴ്ന്നു പോകാറുണ്ട്. എന്തിന്? നമ്മുടെ ആളുകളൊക്കെ മരുഭൂമിയിൽ ജീപ്പ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ അവരുടെ ടയർ വരെ താഴ്ന്നു പോകാറുണ്ട്. നമ്മുടെ ആളുകളൊക്കെ മരുഭൂമിയിൽ ഓഫ് റോഡ് റൈഡിനൊക്കെ പോകുന്ന സമയത്ത് അവരുടെ ടയർ വരെ താഴ്ന്നു പോകാറുണ്ട്. പക്ഷെ ഇതുപോലെ കുറച്ചുകൂടെ വീതിയുള്ള കാൽപാദം കൊടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഒട്ടകത്തിന്റെ കാലുകളെ മണ്ണിൽ താഴ്ന്നു പോകുന്നില്ല. അപ്പൊ അതൊരു അനുകൂലനാണല്ലേ? ഓക്കെ, ഇനി ഞാൻ എന്തായാലും കുറച്ചുകൂടെ പതുക്കെ പറയാം കേട്ടോ. അപ്പൊ നമ്മൾ 4 അനുകൂലനങ്ങൾ പഠിച്ചു. ഇനി അഞ്ചാമത്തെ അനുകൂലനം, ശരീരത്തിൽ നിന്നും ജലനഷ്ടം വളരെ കുറവാണ്. അപ്പോ ഒട്ടകത്തിന്റെ അനുകൂലനങ്ങൾ നമ്മൾ ഒരുപാടെണ്ണം പഠിച്ചു. ഒന്ന്, അടക്കാനും തുറക്കാനും കഴിയുന്ന മൂക്ക്. പിന്നെ എന്തായിരുന്നു? മുതുകിലെ കൊഴുപ്പ് സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് കാലം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും. പിന്നെയോ മൂന്നാമത്തേത്, നീളം കൂടിയ കാലുകളാണ്, നല്ല നീളമുള്ള കാലുകളാണ്. നാലാമത്തേത്, പരന്ന കാൽപാദങ്ങളാണ്. പിന്നെയോ ശരീരത്തിൽ നിന്നും ജലനഷ്ടം വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഒട്ടകത്തിന്റെ അനുകൂലനങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടകത്തിന്റെ എല്ലാ അനുകൂലനങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി നമുക്കിതാ ഈ ഭംഗിയുള്ള നല്ല തക്കുട് മോനായിട്ടുള്ള നല്ല നടക്കാനൊക്കെ നടക്കാൻ നല്ല ഭംഗിയായിട്ട് നടക്കുന്ന, അങ്ങനെ കുലുങ്ങി നടക്കുന്ന പെൻഗ്വിനെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. പെൻഗ്വിൻ എവിടെ കാണാന്നറിയോ നിങ്ങൾക്ക്? പെൻഗ്വിൻ എവിടെ കാണാറുള്ളത്? അനാവശ്യമായിട്ട് ഇമോജി ഇടുന്നവര്, ലൈക്ക് അടിക്കുന്നവര്, ഹാർട്ട് ഇടുന്നവരൊക്കെ നിർത്തണം കേട്ടോ. ഓക്കെ, അപ്പോ പെൻഗ്വിൻ എവിടെയാണ് കാണാറുള്ളത്? ഫർസാന, ഞാൻ കുറച്ച് പതുക്കെ പറയാം കേട്ടോ, സോറി. ധ്രുവ പ്രദേശങ്ങളിലാണ്, ഐസുള്ള മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിലാണ് പെൻഗ്വിനെ കാണാറുള്ളത് അല്ലെ? അപ്പൊ നമ്മുടെ പെൻഗ്വിനെ, ഈ തക്കുട് മോനായിട്ടുള്ള പെൻഗ്വിനെ നമ്മൾ കാണാറുള്ളത്, ഈ ടുട്ടുട് മോനായിട്ടുള്ള പെൻഗ്വിനെ നമ്മൾ കാണാറുള്ളത്
ധ്രുവപ്രദേശങ്ങളിലാണ്. ധ്രുവപ്രദേശങ്ങളിലാണ് നമ്മൾ നമ്മുടെ പെൻഗ്വിനെ കാണാറുള്ളത്. പെൻഗ്വിന്റെ പ്രത്യേകത എന്താ അറിയോ? പെൻഗ്വിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ധ്രുവപ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളാർ റീജിയൻസിലാണ്. നോർത്ത് പോളിലും സൗത്ത് പോളിലുമാണ് നമ്മൾ പെൻഗ്വിനെ കാണാറുള്ളത് കേട്ടോ. ഓക്കെ, പോളാർ റീജിയൻസിലാണ് നമ്മൾ പെൻഗ്വിനെ കാണാറുള്ളത്. പെൻഗ്വിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിവർന്ന് നടക്കുന്ന ഏക പക്ഷിയാണ്. നമ്മൾ പെൻഗ്വിൻ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ എന്തോ ജീവിയാണെന്നല്ലേ. പക്ഷേ പെൻഗ്വിൻ ഒരു പക്ഷിയാണ്. കാരണം എന്താ, അതിന് ചിറകൊക്കെ ഉണ്ട് അല്ലേ, ചിറകെല്ലാം ഉണ്ട്. അപ്പൊ പെൻഗ്വിന് നിവർന്ന് നടക്കുന്ന ഏക പക്ഷിയാണ്. പെൻഗ്വിൻ നിവർന്ന് നടക്കുന്ന ഏക പക്ഷിയാണ്. അത് മാത്രമാണോ? അടുത്ത പ്രത്യേകത, മുട്ട കാലിനടിയിൽ വെച്ച് വിരിയിപ്പിക്കുന്ന പക്ഷിയാണ്. നമുക്കറിയാം നമ്മുടെ പ്രാവും അതുപോലെ തന്നെ പിന്നെന്താ, പ്രാവുണ്ട്, കോഴിയുണ്ട്, അതുപോലെയുള്ള ജീവികളെല്ലാം മുട്ട വിരിയിക്കാറുള്ളത് അട ഇരുന്നിട്ടാണ് അല്ലെ. ശരീരത്തിന്റെ തൂവലിനടിയിലൊക്കെ വെച്ച് ചൂടാക്കിയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? പെൻഗ്വിൻ അല്ല, ബാക്കി പക്ഷികളൊക്കെ മുട്ട വിരിക്കാറുള്ളത്. പക്ഷെ പെൻഗ്വിൻ മുട്ട വിരിക്കുന്നത് എങ്ങനെയാണ്? മുട്ട കാലിനടിയിൽ വെച്ചാണ്. പെൻഗ്വിൻ മുട്ട വിരിക്കുന്നത് കാലിനടിയിൽ, ഈ കുഞ്ഞു കാലിനടിയിൽ വെച്ചാണ് പെൻഗ്വിന്, നമ്മുടെ തക്കുട് മോനായിട്ടുള്ള പെൻഗ്വിന് മുട്ട വിരിക്കാറുള്ളത് കേട്ടോ. അപ്പൊ പെൻഗ്വിന്റെ രണ്ട് പ്രത്യേകതകളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്നാമത്തെ കാര്യം, നിവർന്ന് നടക്കുന്ന ഏക പക്ഷിയാണ്. നിവർന്ന് നടക്കുന്ന ഏക പക്ഷിയാണ്. മുട്ട കാലിനടിയിൽ വെച്ചാണ് വിരിയിക്കുന്നത്. മുട്ട കാലിനടിയിൽ വെച്ചാണ് വിരിയിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക്. നമ്മുടെ ഒരുപാട് പേര് ഇനിയും ഒരുപാട് അനുകൂല്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് പറയാനുണ്ട്. അപ്പോ ഇനി പെൻഗ്വിന്റെ അനുകൂല്യങ്ങൾ. ഇതുവരെ നമ്മൾ പെൻഗ്വിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്, പെൻഗ്വിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. പക്ഷെ ഇനി പെൻഗ്വിന്റെ അനുകൂല്യങ്ങൾ. നമ്മൾ പറഞ്ഞു നമ്മുടെ പെൻഗ്വിന് ജീവിക്കുന്നത് എവിടെയാണ്? പോളാർ റീജിയൻസിലാണ്. ഇതുപോലെ മഞ്ഞും മലയും കുന്നും പാറയൊക്കെ മൂടിയ പ്രദേശങ്ങളിലാണ് നമ്മുടെ ഈ പെൻഗ്വിന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ജീവിക്കാൻ അനുകൂലമായ, അവിടെ ജീവിക്കാൻ പറ്റിയ കുറച്ച് അഡാപ്റ്റേഷൻസ് നമ്മുടെ ഈ തക്കുട് മോനുണ്ട് കേട്ടോ. ഈ ഇങ്ങനെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ ആളല്ലേ, നമ്മളങ്ങനെ നോക്കുന്ന നോക്കി. അപ്പൊ ഈ തക്കുട് മോന് ഈ അധ്രുവ പ്രദേശങ്ങളിൽ ജീവിക്കാൻ പറ്റിയ കുറച്ച് അനുകൂലനങ്ങള് ഉണ്ട്. ഈ മഞ്ഞു മൂടിയ തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ ജീവിക്കാൻ പറ്റിയ കുറച്ച് അനുകൂലനങ്ങൾ നമ്മുടെ പെൻഗ്വിനുണ്ട്. എന്തൊക്കെയാ നോക്കാം അല്ലെ. ഒന്നാമത്തേത്, ത്വക്കിനടിയിലെ കൊഴുപ്പ് പ്രദേശത്തെ ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ധ്രുവപ്രദേശങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 or 5 ഒക്കെ ലെയർ ആയിട്ട് 4 or 5 ലെയറിലൊക്കെ നമ്മൾ വസ്ത്രം ധരിക്കേണ്ടി വരും. അത് തണുപ്പിലിടുന്ന വസ്ത്രം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, അവിടെ അതിജീവിക്കാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മുടെ പെൻഗ്വിൻ അതൊന്നും വേണ്ട. കാരണം എന്താ? അതിന്റെ ഈ കാണുന്ന വെളുത്ത അല്ലെങ്കിൽ കറുത്ത ത്വക്കിനടിയിലുണ്ടല്ലോ, തൊലിക്കടിയില് അതിനെന്ത് കൊടുത്തിട്ടുണ്ട്? കൊഴുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ധ്രുവ പ്രദേശത്തെ അതിശൈത്യത്തെ അതിജീവിക്കാൻ ഈ കൊഴുപ്പ് അതിനെ സഹായിക്കും. ഓക്കെ, ഈ ധ്രുവ പ്രദേശത്തെ കൊഴുപ്പ്, തണുപ്പ് അതിജീവിക്കാൻ അതിന്റെ ത്വക്കിനടിയിലുള്ള കൊഴുപ്പ് അതിനെ സഹായിക്കും. പിന്നെയോ, അത് മാത്രമാണോ അതിന്റെ അനുകൂലനം? രണ്ടാമത്തെ അനുകൂലനം ഒന്ന് വായിച്ചു നോക്കിയേ. രണ്ടാമത്തെ അനുകൂലനം എന്താന്ന് നോക്കിയേ. രണ്ടാമത്തെ അനുകൂലനമാണ് ചിറകുകൾ തുഴകളായി ഉപയോഗിക്കുന്നു. അപ്പോ ഈ മഞ്ഞു മൂടിയ പ്രദേശത്ത് മഞ്ഞ് മാത്രമല്ല ഉള്ളത്, തണുത്തുറയാതെ ഇരിക്കുന്ന എന്തുണ്ട്? വെള്ളമുണ്ട്. അപ്പൊ വെള്ളത്തിൽ നീന്താനും മീൻ പിടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അതിനെ സഹായിക്കുന്നത് ഈ തുഴകൾ പോലെയുള്ള ചിറകാണ്. അപ്പൊ ഇത് ശരിക്കും തുഴയല്ല, പകരം എന്താണ്? ഇത് ചിറകാണ് കേട്ടോ. ഇത് പക്ഷിയല്ലേ, അപ്പൊ ചിറകാണ്. ആ ചിറക് തുഴ പോലെയാണ്. ആ തുഴ പോലെയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പെൻഗ്വിന് ചിറക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോ പെൻഗ്വിന്റെ അനുകൂലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത്, ത്വക്കിനടിയില് കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പ് വെച്ച് അതിന് തണുപ്പിനെ അതിജീവിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്താണ്? ചിറകുകൾ തുഴകളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു. ഇനി മൂന്നാമത്തെ അനുകൂലനം, താപനഷ്ടം തടയാൻ തൂവലുകളിൽ കട്ടിയുള്ള ആവരണം. അപ്പോ അതിന്റെ ശരീരം ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചൂടുണ്ടാക്കും കേട്ടോ. ആ ചൂട് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ചൂട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തൂവലുകളിൽ നല്ല കട്ടിയുള്ള ആവരണം കൊടുത്തിട്ടുണ്ട്. കേട്ടോ. അപ്പോ നമ്മുടെ പെൻഗ്വിന്റെ അനുകൂലങ്ങളിൽ ഒന്നാമത്തേത്, ത്വക്കിനടിയിൽ കൊഴുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ തണുപ്പ് അതിനെ ബാധിക്കുന്നില്ല. പിന്നെയോ, ചിറകുകൾ തുഴകളായിട്ട് ഉപയോഗിക്കാൻ കഴിയും. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, താപനഷ്ടം. അതിന്റെ ബോഡി ഉണ്ടാക്കുന്ന ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട് തൂവലുകളിൽ നല്ല കട്ടിയുള്ള ആവരണം കൊടുത്തിട്ടുണ്ട്. നാലാമത്തേത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്,
തവളയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ പഠിച്ചതാ കാലുകളിലെ വിരലുകൾ ചർമ്മബന്ധിതമാണ്. കാലുകളിലെ വിരലുകൾ ചർമ്മബന്ധിതമാണ്. അപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ച പെൻഗ്വിന്റെ അനുകൂലനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പറയാം. ഒന്ന്, ത്വക്കിനടിയിൽ നല്ല കൊഴുപ്പുണ്ട്. അത് ധ്രുവ പ്രദേശത്തെ പോളാർ റീജിയൻസിലെ ത്വക്കിനടിയിലുള്ള ഫാറ്റ്, സ്കിന്നിനടിയിലുള്ള ഫാറ്റ് ഈ പോളാർ റീജിയൻസിലെ തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്നു. പിന്നെയോ ചിറകുകൾ തുഴകളായി ഉപയോഗിക്കുന്നു. മൂന്നാമത്തത് എന്താ? താപനഷ്ടം തടയാൻ വേണ്ടിയിട്ട് തൂവലുകളിൽ കട്ടിയുള്ള ആവരണമുണ്ട്. നാലാമത്തേത് കാലുകളിലെ വിരലുകൾ ചർമ്മബന്ധിതമാണ്. കാലുകളിലെ വിരലുകൾ ചർമ്മബന്ധിതമാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഇനി വേറെ ആർക്കും അറിയാത്തൊരു കാര്യം പറഞ്ഞു തരട്ടെ. നമ്മുടെ ഈ പെൻഗ്വിൻ ഉണ്ടല്ലോ, ഈ പെൻഗ്വിൻ ജീവിക്കുന്ന പ്രദേശങ്ങളില് മറ്റു ജീവികളായിട്ടുള്ളത് കുറച്ച് കടുവയുണ്ട്, ധ്രുവപ്രദേശങ്ങളിലുള്ള കടുവ, ധ്രുവപ്രദേശങ്ങളിലുള്ള കരടിയുണ്ട്, പോളാർ ബെയർ ഒക്കെ ഉണ്ട്. അതുപോലെ പിന്നെ സീൽ എന്ന് പറയുന്ന മത്സ്യമൊക്കെ ഉണ്ട്. അതുപോലെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ എന്തുള്ളൂ നമ്മുടെ ഈ ധ്രുവപ്രദേശങ്ങളിലുള്ളൂ. ഈ പറഞ്ഞ ഒരു ജീവികളുണ്ടല്ലോ രണ്ട് കാലിൽ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാര് പെൻഗ്വിന്റെ അടുത്ത് പോയാണ്ടല്ലോ അവർ വിചാരിക്കും നമ്മളും പെൻഗ്വിനാണ്. അതുകൊണ്ട് തന്നെ അവർ പേടിച്ചു ഓടൂല, അവർ നമ്മുടെ അടുത്തേക്ക് വരും. കാരണം എന്താ? അവര് വേറെ രണ്ട് കാലിൽ നടക്കുന്ന ജീവികളൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പോ ഈ ആർക്കെങ്കിലും നമ്മുടെ ഈ പെൻഗ്വിനൊക്കെ ജീവിക്കുന്ന ധ്രുവപ്രദേശങ്ങളിൽ പോകാൻ പറ്റിയാല് അന്ന് പോയിട്ട് പെൻഗ്വിന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. കാരണം പെൻഗ്വിൻ എന്ത് ചെയ്യില്ല, നമ്മളെ കാണുമ്പോൾ പേടിച്ചു ഓടില്ല, നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് കങ്കാരു എലി. കങ്കാരു എലി എന്ന് പറയുന്ന ജീവിയെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കങ്കാരു എലിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും വെള്ളം കുടിക്കാത്ത ജീവിയാണ് കങ്കാരു എലി. ജീവിതത്തില് ഒരിക്കൽ പോലും വെള്ളം കുടിക്കാത്ത ജീവിയാണ് കങ്കാരു എലി. ഈ കങ്കാരു എലി, ഈ കുഞ്ഞൻ എലി ഉണ്ടല്ലോ, ഈ തക്കുടു മോനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യില്ല, വെള്ളം കുടിക്കൂല. നമ്മളപ്പോ എവിടെ പഠിച്ചില്ലേ, ഓടും കുതിര ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. ഇനി അങ്ങനെയല്ല പറയേണ്ടത്, ഓടും എലി ചാടും എലി, വെള്ളം കണ്ടാൽ നിൽക്കും എലി. അത് ഏതെലിയാ? എന്ന് പറഞ്ഞേ. ഏതെലിയാ? കമന്റ് ചെയ്യൂ. ഏതാണ് വെള്ളം കുടിക്കാത്ത എലി? ജീവിതത്തിൽ ഒരിക്കൽ പോലും വെള്ളം കുടിക്കാത്ത എലി ഏതാ? ജീവിതത്തിൽ ഒരിക്കൽ പോലും വെള്ളം കുടിക്കാത്ത എലി. അനാവശ്യമായിട്ട് ഈ മോജി ഇടുന്നവരൊക്കെ ഒഴിവാക്കണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. കങ്കാരു എലിയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും വെള്ളം കുടിക്കാത്തത്. അപ്പോ ഒരിക്കൽ കൂടെ ഞാനൊരു കാര്യം പറയാണേ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് പേര് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് പുതിയ പേരുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് പറയുകയാണെ, നമ്മള് LSS 2025-26 LSS നിങ്ങൾക്ക് നേടിത്തരണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ദൃഢനിശ്ചയത്തോടെ നമ്മളൊരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ കുറെ കാലമായിട്ട് LSS കോച്ചിങ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന നല്ല പ്രഗത്ഭരായ, നല്ല പ്രാവീണ്യമുള്ള കുറച്ച് അധ്യാപകർ, കുറച്ച് ആളുകൾ ചേർന്നിട്ടാണ് നമ്മൾ ഈ നാലിലക്കൂട്ട് എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാക്കിയത്. എന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് LSS നേടിത്തരാൻ വേണ്ടി നമ്മളൊരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടല്ലോ ഇതുപോലെയുള്ള ലൈവ് ക്ലാസ്സുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് മാത്രമാണോ, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കേൾക്കാൻ പറ്റും. നമ്മുടെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ പാഠങ്ങളും മലയാളം, ഇംഗ്ലീഷും മാത്സും EVSും എല്ലാ പാഠങ്ങളും ചേർത്ത് നമ്മൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് തരും. നിങ്ങൾക്ക് അത് വെച്ച് പഠിക്കാം. പിന്നെ നമ്മൾ നിങ്ങൾക്ക് ഈ എടുക്കുന്ന ഈ നല്ല എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഈ നോട്ട്സ് എല്ലാം നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാൻ പറ്റും. പിന്നെയോ നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് മോഡൽ എക്സാം നടത്തുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഇനി ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് നമ്മൾ ഇനി എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ തുടർന്നും തരും കേട്ടോ. അപ്പൊ അത് കിട്ടാത്തവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം. എന്ത് ചെയ്താ നമ്മൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഉത്തരം കാണാൻ പറ്റുന്ന, എത്ര മാർക്ക് കിട്ടുന്നൊക്കെ കാണാൻ പറ്റുന്ന എക്സാം നമ്മൾ നടത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമാണോ, നമ്മൾ എക്സാം പേപ്പർ വെച്ചിട്ട്, പഴയ എക്സാം പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരുപാട് ചർച്ചകൾ, ഡിസ്കഷൻസ് ഒക്കെ നടത്തും. അതിലും നിങ്ങൾക്ക് കയറാൻ പറ്റും. പിന്നെയോ നമ്മൾ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട് തരും. ആർക്ക് കുറെ വലിയ കഥ പോലെയുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളത്, നമുക്ക് എല്ലാവർക്കും കുറച്ച് പഠിക്കാനുള്ള ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഷോർട്ട് നോട്ട് തരും. അപ്പൊ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ബാച്ച് നിങ്ങൾക്ക് ഇന്ന് മുതൽ ജോയിൻ ചെയ്യാം. എന്നിട്ടോ നമ്മുടെ LSS 4 മാസം കഴിഞ്ഞ് നടക്കുന്ന LSS കഴിയുന്നവരെ നമ്മുടെ കോച്ചിങ് ഉണ്ടാവും. ഇങ്ങനെ ഈ ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന
ക്ലാസ്സുകൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിന് നമ്മൾ ആകെ ചാർജ് ചെയ്യുന്നത് 1000 രൂപയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് LSS വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ, LSS വാങ്ങണമെന്ന് നിങ്ങൾക്ക് വാശി ഉണ്ടെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, നമ്മുടെ കൂടെ കൂടിക്കോളി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതാ ഈ 2025-26 LSS നമുക്ക് നേടാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ 2 നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഈ നമ്പർ എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങളില്ലേ, 4 കൂട്ടത്തിന്റെ ഗ്രൂപ്പിൽ, ആ ഗ്രൂപ്പിലെ അഡ്മിന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് തന്നെ പോവാം. ഇനി നമ്മളൊരു പുതിയൊരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്, ആവാസം. അപ്പൊ എല്ലാവരും ഹെഡിങ് എഴുതിക്കോളൂ. നോട്ട് എഴുതുന്നവരൊക്കെ, നോട്ട് എഴുതാത്ത ഒരാളും ഈ ക്ലാസ്സിൽ ഇരിക്കരുത്. എല്ലാവരും ക്ലാസ് മാക്സിമം ഉപയോഗപ്പെടുത്തണം കേട്ടോ. വെറുതെ ചുമ്മാ വന്ന് കുറെ ഇമോജി എന്നിട്ട് പോകാനൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് മാക്സിമം ക്ലാസ് ഉപയോഗപ്പെടുത്തണം. അപ്പോ പുതിയ ഹെഡിങ് എഴുതിക്കോളൂ, ആവാസം. ആവാസത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ആവാസം? ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് ആവാസം അഥവാ വാസസ്ഥലം. ഒരു ജീവി താമസിക്കുന്ന ചുറ്റുപാടാണ് ആവാസം അഥവാ വാസസ്ഥലം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു മത്സ്യത്തിന്റെ ആവാസം ഏതായിരിക്കും? എല്ലാവരും കമന്റ് ചെയ്യൂ. ഒരു മത്സ്യത്തിന്റെ ആവാസം ഏതായിരിക്കും? ആദ്യം കമന്റ് ചെയ്യണം. കുളമാവാം, വാട്ടർ ബോഡി ആവാം, പിന്നെന്താ, കടലാവാം, പുഴയാവാം, എല്ലാം ആവാം അല്ലെ. പിന്നെന്താ, ലേക്ക് ആവാം, തടാകമാവാം, എന്തോ ഡാം ആവാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഒരു മത്സ്യത്തിന്റെ ആവാസം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന്റെ വാട്ടർ ബോഡി ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. അപ്പോ എന്താണ് ആവാസം? ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് ആവാസം അഥവാ വാസസ്ഥലം, ഹാബിറ്റാറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു ജീവി എവിടെയാണോ താമസിക്കുന്നത്, ഒരു ഓർഗാനിസം എവിടെയാണോ ജീവിക്കുന്നത്, അതാണ് അതിന്റെ ഹാബിറ്റാറ്റ്. ഓക്കെ, ഇനി ഇതാരും മറന്നു പോരുത് കേട്ടോ. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ആരും മറന്നു പോരുത്. അങ്ങനെയെങ്കിൽ ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട്. ആവാസം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സ്ഥലമല്ല, ആ ജീവിക്ക് നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ സ്ഥലങ്ങളും, എല്ലാ അനുകൂലങ്ങളും, എല്ലാ ഘടകങ്ങളും എന്തുണ്ടാവും? അത് താമസിക്കുന്ന ആവാസത്തിലുണ്ടാവും. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മത്സ്യത്തിന്റെ ആവാസം വാട്ടർ ബോഡിയാണ്, അല്ലെങ്കിൽ കടലാണ്, അല്ലെങ്കിൽ പുഴയാണ്, അല്ലെങ്കിൽ കുളമാണ്, അല്ലെങ്കിൽ തടാകമാണ് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കാൻ എന്തൊക്കെ ഘടകങ്ങളാണ് വെള്ളത്തിലുള്ളത്? എന്തൊക്കെ ഘടകങ്ങളാ വെള്ളത്തിലുള്ളത്? മത്സ്യത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ട്. വെരി ഗുഡ്. വെള്ളമുണ്ട്. അതിന് വേണ്ട തീറ്റയുണ്ട്. അതിനു വേണ്ട മറ്റ് അനുകൂലങ്ങളൊക്കെ എന്തുണ്ട്? നമ്മുടെ ആവാസത്തിലുണ്ട്. എങ്കിൽ കുളം, പുഴ, ഇനി നമ്മുടെ ഡോറ ബുജി പറയുന്ന പോലെ പറയണം കേട്ടോ. ഡോറ പറയുന്ന പോലെ പറയണം. കുളം, പുഴ, വയൽ എന്നിവ. അപ്പോ എന്തൊക്കെയാണ് ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങൾ? ഏതൊക്കെയാ? കുളം, പുഴ, വയൽ എന്നിവ. അപ്പൊ എന്തൊക്കെയാണ് ആവാസങ്ങൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞു നോക്കിയേ. ഡോറൊക്കെ ചോദിക്കുമ്പോ, ഡോറ കൊച്ചു ടി വിയിൽ ഒന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എല്ലാവരും മറുപടി കൊടുക്കാറുണ്ട്, നിങ്ങൾക്ക് അറിയാം കേട്ടോ. നിങ്ങൾ എല്ലാവരും ഡോറ വിജി കാണാറുണ്ടെന്നും ഡോറക്ക് നന്നായിട്ട് മറുപടി കൊടുക്കാറുണ്ടെന്നും എനിക്കറിയാം. അപ്പൊ അതേപോലെ ഡോറക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞേ, എന്തൊക്കെയാണ് ആവാസങ്ങൾക്ക് ഉദാഹരണം? കുളം, പുഴ, വയൽ എന്നിവ. ഓക്കെ, പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ആവാസങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? കുളം, പുഴ, വയൽ. ഇതൊക്കെ ആവാസങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പഠിക്കാം. എന്താണ് ആവാസം? ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് ആവാസം. അതിന്റെ മറ്റൊരു പേരാണ് വാസസ്ഥലം. ഇംഗ്ലീഷിൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നു. ഇനിയോ, ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട്. ഒരു ജീവിക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ ഘടകങ്ങളും എന്തുണ്ട്? ആവാസത്തിലുണ്ട്. കുളം, പുഴ, വയൽ, ഇതൊക്കെ ആവാസത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ ഒരു ആവാസത്തിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ്, ചിത്രങ്ങളൊക്കെ കണ്ട്, തമാശകളൊക്കെ പറഞ്ഞ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ നോട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം അല്ലെ. അപ്പോ ഒരു ആവാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ഒരു ആവാസത്തിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കാം കേട്ടോ. ഇത് നമ്മുടെ ഒരു ബയോസ്ഫിയറിന്റെ ചിത്രാട്ടോ. അപ്പോ അതിൽ എന്തുണ്ടാവും? ഇതുപോലെ പക്ഷികൾ ഉണ്ടാവും, ഇതുപോലെ മരങ്ങൾ, സസ്യങ്ങൾ ഉണ്ടാവും, പ്ലാന്റ്സ് ഉണ്ടാവും, അനിമൽസ് ഉണ്ടാവും, മണ്ണിനടിയിൽ താമസിക്കുന്ന അനിമൽസ് ഉണ്ടാവും, പിന്നെയോ
മണ്ണിനടിയില് ചത്തുപോയിട്ടുള്ള അല്ലെങ്കിൽ കുറെ കാലം മുന്നേ മരിച്ചു പോയിട്ടുള്ള ഡെഡ് അനിമൽസ് ഉണ്ടാവും, പ്ലാന്റ്സ് ഉണ്ടാവും, ജീർണിച്ചു പോയ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും, മണ്ണിര ഉണ്ടാവും. ആരോ ഒരാൾ പറഞ്ഞു മണ്ണിര ഉണ്ടാവും. പിന്നെയോ സീ അനിമൽസ് ഉണ്ടാവും, അഥവാ ഫിഷ്, പിന്നെന്താ നീർക്കോലി ഉണ്ട്, പിന്നെ നമ്മുടെ ഒക്ടോപ്പസ് ഉണ്ട്, അതുപോലുള്ള കുറെ അനിമൽസ് ഉണ്ടാവും. പിന്നെ ഇതാ ജലത്തിനടിയിലുള്ള വേറെ ഓർഗാനിസംസ്, ജലസസ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ബയോസ്ഫിയറിൽ ഉണ്ടാവും, നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാവും അല്ലെ. അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് വാസസ്ഥലങ്ങൾക്ക്, കുറച്ച് ആവാസങ്ങൾക്ക്, കുറച്ച് ഹാബിറ്റാറ്റ്സിന്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ 3 പഠിച്ചു: കുളം, വയൽ, എന്തൊക്കെയായിരുന്നു ഞാൻ മറന്നുപോയല്ലോ, കുളം, പുഴ, വയൽ, ഇത് 3 നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് അതല്ലാത്ത കുറച്ച് ആവാസങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേതാണ് മാൻഗ്രോവ്സ്, കണ്ടൽക്കാട്. മാൻഗ്രോവ്സ്, കണ്ടൽക്കാട്, ഇതൊരു ആവാസമാണ്. മാൻഗ്രോവ്സിൽ എന്തൊക്കെ ഉണ്ടാവും അറിയോ? സസ്യങ്ങൾ ഉണ്ടാവും, ഞണ്ടുകൾ ഉണ്ടാവും, പിന്നെന്താ കക്ക പോലെയുള്ള ജീവികൾ ഉണ്ടാവും, ഈ മത്സ്യങ്ങൾ ഉണ്ടാവും, ഈ മത്സ്യങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പക്ഷികൾ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോ ഒരു ആവാസമാണ് കണ്ടൽക്കാട്. ഇനി അടുത്തതാണ് ഫാം ലാൻഡ്, കൃഷിയിടം. ഫാം ലാൻഡ് ഇതാ നമ്മൾ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോ ഫാം ലാൻഡിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരുപാട് ജീവികൾ ഉണ്ടാവും, ആ ജീവികളെ പിടിക്കാൻ വേറെ ജീവികൾ ഉണ്ടാവും, അങ്ങനെ കുറെ ഉണ്ടാവും അല്ലെ. ഇനി അടുത്തൊരു ആവാസമാണ് ഫോറസ്റ്റ്. ആവാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നതാണ് ഫോറസ്റ്റ്. കാരണം ഒരുപാട് ജീവികൾക്ക്, നമുക്ക് നമ്മുടെ വിരലിലോ കയ്യിലോ ഒന്നും എണ്ണിയ തീരാത്ത അത്രയും ജീവികൾക്ക് ആവാസം കൊടുക്കുന്നത് അല്ലെങ്കിൽ ആവാസമായിട്ടുള്ള സ്ഥലമാണ് ഫോറസ്റ്റ് അഥവാ കാട്. ഇനി അതുപോലെ നമ്മുടെ ഒട്ടകപ്പക്ഷി, ഒട്ടകം, പാമ്പുകള്, ചെന്നായ, കുറുക്കൻ, അതുപോലെയുള്ള ജീവികൾക്കുള്ള ഒരു ആവാസമാണ് ഡെസേർട്ട് അഥവാ മരുഭൂമി. മരുഭൂമിയിൽ ഒരുപാട് ജീവികളുണ്ട്, അപ്പൊ ആ ജീവികളുടെ ആവാസമാണ് മരുഭൂമി. അതുപോലെ കുറ്റിക്കാടുകള്, ചെറിയ കുറ്റിക്കാടുകൾ ഒരുപാട് ജീവികളുടെ ആവാസമാണ്. അതുപോലെ പോളാർ റീജിയൻ, ധ്രുവ പ്രദേശം. നമ്മൾ നേരത്തെ പറഞ്ഞ പെൻഗ്വിനും സീലും, ഇതാ നോക്കിയേ, പെൻഗ്വിനുണ്ട്, സീലുണ്ട്, ധ്രുവക്കരടി ഉണ്ട്, പോളാർ ബെയർ ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ ആവാസമാണ് നമ്മുടെ പോളാർ റീജിയൻസ്, ധ്രുവ പ്രദേശം. അങ്ങനെ അപ്പൊ നമ്മൾ പഠിച്ച കുറച്ച് ആവാസങ്ങൾക്കുള്ള, വാസസ്ഥലങ്ങൾക്കുള്ള ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കിയേ? കണ്ടൽക്കാട്, കൃഷിയിടം, കാട്, മരുഭൂമി, കുറ്റിക്കാട്, ധ്രുവപ്രദേശം. അപ്പോ നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ഏതിലൂടെയൊക്കെയാണ്? കണ്ടൽക്കാട്, കൃഷിയിടം, കാട്, മരുഭൂമി, കുറ്റിക്കാട്, ധ്രുവപ്രദേശം. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി, എല്ലാവരും അടിപൊളി അടിപൊളി. ഇനി ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. അടുത്തൊരു സ്ലൈഡിലേക്കാണ് പോകുന്നത്. ഒരു ആവാസത്തിൽ ഒരുപാട് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിവിടെ ഒരു ആവാസത്തിന്റെ ചിത്രം ഒന്നുണ്ട്. ഈ ആവാസത്തില് ജീവനുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്, ലിവിങ് തിങ്സ് ഉണ്ട്, ജീവനില്ലാത്ത ഒരുപാട് ഘടകങ്ങളുണ്ട്, നോൺ ലിവിങ് തിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോ ഒരു ആവാസത്തില് ജീവനുള്ള ഘടകങ്ങളും ഉണ്ടാവും, ജീവനില്ലാത്ത ഘടകങ്ങളും ഉണ്ടാവും. അപ്പൊ ഓർത്ത് വെക്കുക, ഒരാവാസത്തില് ജീവനുള്ള ഘടകങ്ങൾ ഉണ്ടാവും, ജീവനില്ലാത്ത ഘടകങ്ങൾ ഉണ്ടാവും, ലിവിങ് തിങ്സ് ഉണ്ടാവും, നോൺ ലിവിങ് തിങ്സ് ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തൊക്കെയാ ഇവിടെ നമുക്കൊരു ആവാസത്തിന്റെ ചിത്രം തന്നിട്ടുണ്ട്, ഒരു കുളത്തിന്റെ ചിത്രം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഈ കുളത്തിലുള്ളത് നോക്കാം. ഈ കുളത്തിലുള്ള ജീവനുള്ള ഘടകങ്ങൾ ഓരോന്നായിട്ട് കമന്റ് ചെയ്ത്, ജീവനുള്ള ഘടകങ്ങൾ മാത്രം, ലിവിങ് തിങ്സ് മാത്രം ഒന്ന് കമന്റ് ചെയ്തേ. ലിവിങ് തിങ്സ് മാത്രം ഒന്ന് കമന്റ് ചെയ്തേ. ഈ കുളത്തില്, നമ്മുടെ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള കുളത്തില് ജീവനുള്ള ഘടകങ്ങൾ ഏതൊക്കെയാ ഒന്ന് കമന്റ് ചെയ്തേ. മീനുണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെന്താ താറാവുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെയോ മീന്, വെറൈറ്റി ആയിട്ടുള്ള കമന്റ് ചെയ്യടാ, വെറൈറ്റി കമന്റ് ചെയ്യും. തുമ്പി ഉണ്ട്, വെരി ഗുഡ്, തുമ്പി ഉണ്ട്. പിന്നെന്താ തവയൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത്. പിന്നെന്താ താറാവുണ്ട്, ഫ്രോഗ് ഉണ്ട്, യെസ് വെരി ഗുഡ്, ഫ്രോഗ് ഉണ്ട്. ദെൻ മീനുണ്ട്, തവളയുണ്ട്, ടാഡ്പോൾസ് ഉണ്ട്, വെരി ഗുഡ്. ടാഡ്പോൾസിനൊക്കെ കണ്ടു അല്ലെ. അതിലെവിടെ ടാഡ്പോൾസ്? എവിടെ ഇതിൽ ടാഡ്പോൾസ് ഉള്ളത്? ഇതാണ് നമ്മുടെ ടാഡ്പോൾസ്, വാൽമാക്രി എന്ന് പറയുന്ന ടാഡ്പോൾസ് ഉണ്ട്. വെരി ഗുഡ്. ഇനി പിന്നെന്താ പാമ്പ് ഉണ്ടല്ലേ. പാമ്പ് എവിടെ പോയി? പാമ്പിനെ ഞാൻ കാണുന്നില്ലല്ലോ. അതാ താഴെ, അത് മണ്ണില്ല. പാമ്പിനെ ഞാൻ കാണുന്നില്ല കേട്ടോ. ഓക്കെ, ഒച്ചുണ്ട്, അതുപോലെയുള്ള ഒരുപാട് ജീവികളുണ്ട്. നമുക്കൊന്ന് ടിക്ക് ചെയ്യാം.
അപ്പൊ ഞാൻ അങ്ങനെ ടിക്ക് ചെയ്യുന്നത് ഏതാണോ നിങ്ങൾ അത് പറയണം കേട്ടോ. ഞാൻ ലിവിങ് തിങ്സിനെ അഥവാ ജീവനുള്ള ഘടകങ്ങളെ മാത്രം ടിക്ക് ചെയ്യുന്നത്. ഒന്നാമത്തേത് തവള, തുമ്പി, കൊതുക്, താറാവ്. ഇതിന് എന്റെ നാട്ടിൽ എന്താ പറയാ അറിയോ? അതാ ഈ വലതു ഭാഗത്ത് കാണുന്ന ഈ ഒരു ജീവിക്ക് എന്റെ നാട്ടിൽ എന്താ പറയാ അറിയോ? എഴുത്തച്ഛൻ എന്നാ പറയാ, എഴുത്തച്ഛൻ. അപ്പൊ അതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. എന്തായാലും എഴുത്തച്ഛൻ ഉണ്ട്. പിന്നെന്താ, ഇത് വെള്ളത്തിൽ എന്തോ ഒരു ജീവിയുണ്ട്, വേറെ ഒരു ജീവിയുണ്ട്, ഒരു മീനുണ്ട്, ഒരു ക്രാബ് ഉണ്ട്, ഒരു ഞണ്ടുണ്ട്, ഒരു സ്നെയിൽ ഉണ്ട്, ഒരു ഒച്ചുണ്ട്, പിന്നെ എന്താ ഒരു സാലമാൻഡർ പോലെയുള്ള ഒരു ജീവിയുണ്ട്, വേറെ ഒരു ഒച്ചുണ്ട്, ഇതും സാലമാൻഡർ പോലെയുള്ള വേറൊരു ജീവിയുണ്ട്, പിന്നെ എന്താ മണ്ണിര പോലെയുള്ള ജീവികളുണ്ട്, പിന്നെ വേറെ നമ്മുടെ ലാർവ, നമ്മുടെ കൊതുകിന്റെ ലാർവയുണ്ട്, മുട്ടയുണ്ട്, അതുപോലെ പിന്നെ വേറെ ഒരു ജീവിയുണ്ട്. ഇതെല്ലാം ജീവനുള്ള ഘടകങ്ങളാ. ഇനി ജീവനില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാ? ജീവനില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാ? ജീവനില്ലാത്ത ഘടകങ്ങൾ നമുക്ക് അവിടെ 2 സസ്യങ്ങളെ കാണാൻ പറ്റും അല്ലേ? ജീവനില്ലാത്ത ഘടകങ്ങൾ മാത്രമായിട്ടും ഞാനൊന്ന് മാർക്ക് ചെയ്ത് തരാം. 2 സസ്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, 2 സസ്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു സസ്യം ഇവിടെ, രണ്ടാം സസ്യം ഇവിടെ. പക്ഷെ അത് മാത്രല്ല കേട്ടോ ജീവനില്ലാത്ത ഘടകങ്ങള്. മണ്ണ്, വെള്ളം, വായു, സൂര്യപ്രകാശം, കല്ല്, ഈ മണ്ണ്, ഈ ജല അവിടെയുള്ള അതിന് താഴെയുള്ള സോയിൽ, ഇതെല്ലാം എന്താണ്? ജീവനില്ലാത്ത ഘടകങ്ങളാണ്. അപ്പൊ ജീവനില്ലാത്ത ഘടകങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ജീവനുള്ള ഘടകങ്ങളുണ്ട്. സോറി കേട്ടോ, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ സസ്യങ്ങളും ജീവനുള്ള ഘടകങ്ങളിലാ പെടുക കേട്ടോ. സസ്യങ്ങളും ജീവനുള്ള ഘടകങ്ങളാണ്. ഓക്കെ, ആരും മറന്നു പോകരുത്, ആർക്കും തെറ്റിപ്പോകരുത്. ഈ ചിത്രത്തിൽ കാണുന്ന സസ്യങ്ങളും ജീവികളും എല്ലാം ജീവനുള്ള ഘടകങ്ങളാണ്, ലിവിങ് തിങ്സ് ആണ്. അട്ടയും, ഓക്കെ, അട്ടയും, വെരി ഗുഡ്, അട്ട. അപ്പോ പക്ഷേ ഇതിൽ കാണുന്ന മണ്ണ്, വെള്ളം, വായു, സൂര്യപ്രകാശം, കല്ല്, ഇവയെല്ലാം ജീവനില്ലാത്ത ഘടകങ്ങളാ. അപ്പൊ ഒരു ആവാസത്തിൽ, ഒരു ഹാബിറ്റാറ്റിൽ, ഒരു പിന്നെന്താ വാസസ്ഥലത്തിൽ ജീവനുള്ള ഘടകങ്ങൾ ഉണ്ടാവും, ജീവനില്ലാത്ത ഘടകങ്ങൾ ഉണ്ടാവും. ജീവനുള്ള ഘടകങ്ങളായിട്ട് വരുന്നത് സസ്യങ്ങൾ, ജീവികൾ, പ്രാണികൾ, ജന്തുക്കൾ, ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ ജീവികളും. പക്ഷെ ജീവനില്ലാത്ത ഘടകങ്ങളായിട്ട് വരുന്നത് ഏതൊക്കെയാ? ജീവനില്ലാത്ത ഘടകങ്ങളായിട്ട് വരുന്നതാണ് പ്രധാനം മക്കളെ. എന്തൊക്കെയാണത്? മണ്ണുണ്ട്, വെള്ളമുണ്ട്, വായുവുണ്ട്, സൂര്യപ്രകാശമുണ്ട്, കല്ലുണ്ട്. ഓക്കെ, അപ്പോ ജീവനില്ലാത്ത ഘടകങ്ങളിൽ വരുന്നത് മണ്ണുണ്ട്, വെള്ളമുണ്ട്, വായുണ്ട്, സൂര്യപ്രകാശമുണ്ട്, കല്ലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇത് നമ്മളൊരു കമ്പാരിസൺ ആട്ടോ, നമ്മളൊരു താരതമ്യാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്, ഒരു പുതിയൊരു ഭാഗമാണ് പറയാനുള്ളത്. അപ്പൊ നമ്മളൊരു താരതമ്യ പഠനമാണ് നടത്താൻ പോകുന്നത്. എന്തൊക്കെയാ നമ്മൾ താരതമ്യം ചെയ്യുന്നത്? പ്രകൃതിദത്ത ആവാസങ്ങൾ, മനുഷ്യനിർമ്മിത ആവാസങ്ങൾ. അപ്പോ നമ്മുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ്സിനെയും നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയ കൃത്രിമമായിട്ടുള്ള ഹാബിറ്റാറ്റ്സിനെയും ആർട്ടിഫിഷ്യൽ ഹാബിറ്റാറ്റ്സിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ എന്താണ് പ്രകൃതിദത്ത ആവാസങ്ങൾ? ഒരു ജീവിവർഗത്തിന്റെയോ സസ്യങ്ങളുടെയോ സ്വാഭാവികമായ വാസസ്ഥലമാണ് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ. ഒരു ജീവി സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ട് എവിടെയാണോ ജനിച്ച് വളരുന്നത് അതാണ് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ. അപ്പോ ഒരു ജീവിവർഗത്തിന്റെയോ സസ്യങ്ങളുടെയോ സ്വാഭാവികമായ വാസസ്ഥലമാണ് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ. ഓരോ ജീവിക്കും നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണം, വെള്ളം, വാസസ്ഥലം, ഇണചേരാനുള്ള സൗകര്യം എന്നിവയെല്ലാം ആവാസ വ്യവസ്ഥയിലുണ്ട്. അപ്പോ പ്രകൃതിദത്തമായിട്ടുള്ള ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഒരു ജീവി നാച്ചുറൽ ആയിട്ട് ജനിക്കുന്ന, സ്വാഭാവികമായിട്ട് ജനിച്ച് വളരുന്ന സ്ഥലമാണ് നാച്ചുറൽ ഹാബിറ്റാറ്റ്, പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥ. അവിടെ എന്തെല്ലാം ഉണ്ട്? അതിന് നിലനിൽക്കാനായിട്ടുള്ള ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, വാസസ്ഥലമുണ്ട്, ഇണചേരാനുള്ള സൗകര്യം, ഇതൊക്കെ അവിടെയുണ്ട്. ഈ നേരെ മറിച്ച് നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥയാണെങ്കിലോ മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾക്കായി നിർമ്മിക്കുന്ന ആവാസ വ്യവസ്ഥകളെയാണ് മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന പ്രത്യേക ഇടങ്ങളാണ്, മനുഷ്യനിർമ്മിത ആവാസങ്ങളാണ് മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥ. മറന്നുപോയില്ലല്ലോ, ആരും മറന്നുപോയില്ലല്ലോ. അപ്പൊ മനുഷ്യന്മാര് നിർമ്മിച്ചത് മനുഷ്യനിർമ്മിത ആവാസം, അതുപോലെ തന്നെ
പ്രകൃതിദത്തമായിട്ടുള്ളത്, നാച്ചുറൽ ആയിട്ടുള്ളത് പ്രകൃതിദത്ത ആവാസം. ഈ മനുഷ്യന്മാർ നിർമ്മിച്ചതിന്റെ പ്രത്യേകത എന്താ? പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനിർമ്മിത ആവാസങ്ങൾ മനുഷ്യന്റെ ഇടപെടലുകളിലൂടെ രൂപപ്പെടുന്നവയാണ്. അപ്പോ ഒരു കുളം എന്ന് പറയുന്നത് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയാണ്. കുളം എന്താണ്? പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയാണ്. അത് നാച്ചുറലി ഉണ്ടായതാണ് അല്ലെ. പക്ഷെ ഒരു വീട് മനുഷ്യന്റെ ഇടപെടൽ മൂലം ഉണ്ടായതാ. അപ്പൊ അതെന്താണ്? അത് മനുഷ്യനിർമ്മിതമാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. ഉദാഹരണങ്ങളാ പറയുന്നത്. വനങ്ങൾ, പുൽമേടുകൾ, മരുഭൂമികൾ, തീരപ്രദേശങ്ങൾ എന്നിവ കരയിലെ ആവാസ വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു. അപ്പൊ കരയിലുള്ള, നമ്മുടെ ലാൻഡിലുള്ള നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ആണ്, പ്രകൃതിദത്ത ആവാസങ്ങളാണ് വനങ്ങൾ, പുൽമേടുകൾ, മരുഭൂമികൾ, തീരപ്രദേശങ്ങൾ. അപ്പോ വനങ്ങള്, പുൽമേടുകള്, മരുഭൂമികള്, തീരപ്രദേശങ്ങള് ഇതെല്ലാം എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ് ആണ്, കരയിലുള്ളതാണ്, കരയിലുള്ള നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ്. ഇനി വെള്ളത്തിലുള്ളതാണെങ്കിലോ നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ, കടലുകൾ എന്നിവ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു. പ്രകൃതിദത്ത ആവാസങ്ങളിൽ കരയിലുള്ളതാണ് വനങ്ങൾ, പുൽമേടുകൾ, മരുഭൂമികൾ, തീരപ്രദേശങ്ങൾ. ഇനി വെള്ളത്തിനകത്തുള്ളതോ നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ, കടലുകൾ എന്നിവ. ഇനി അതേപോലെ മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥകളുടെ ഉദാഹരണം നോക്കാം നമുക്ക്. നഗരങ്ങൾ, കൃഷിയിടങ്ങൾ, അണക്കെട്ടുകൾ, പൂന്തോട്ടങ്ങൾ എന്നിവയെല്ലാം മനുഷ്യനിർമ്മിത ആവാസങ്ങളാണ്. അപ്പോ നമ്മളൊരു പൂന്തോട്ടം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കി, ഒരു ശലഭോദ്യാനം ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മളത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാ അല്ലെ, മനുഷ്യന്മാരുണ്ടാക്കിയതാ അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ അതെല്ലാം എന്തിലാണ് വരിക? മനുഷ്യനിർമ്മിത ആവാസങ്ങളിലാണ് വരുന്നത്. അപ്പോ മനുഷ്യന്മാരുണ്ടാക്കുന്ന എല്ലാം, അത് നഗരങ്ങളാവട്ടെ, വീടുകളാവട്ടെ, കൃഷിയിടങ്ങളാവട്ടെ, അണക്കെട്ടുകളാവട്ടെ, പൂന്തോട്ടങ്ങളാവട്ടെ, ഇതെല്ലാം എന്താണ്? മനുഷ്യനിർമ്മിത ആവാസങ്ങളാണ് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. എന്റെ വീടിന്റെ അടുത്ത് നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ കാടുണ്ട്. നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു കാടുണ്ട്. ആ കാട് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയാണോ മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥയാണോ? ആ കാട് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയാണോ മനുഷ്യനിർമ്മിതമാണോ? നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണോ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റാറ്റ് ആണോ? പ്രകൃതിദത്തമാണ് അല്ലെ. അങ്ങനെയെങ്കിൽ വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ തൃശ്ശൂരിനടുത്തുള്ള പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കേരളത്തിൽ ഒരു വലിയ സൂ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് കേട്ടോ അത് ഓപ്പൺ ചെയ്തത്. അത് മനുഷ്യനിർമ്മിതമാണോ പ്രകൃതിദത്തമാണോ? വെരി ഗുഡ്. അവിടെ എല്ലാ മൃഗങ്ങൾക്കും ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ അത് ആർട്ടിഫിഷ്യൽ ആണ്, അല്ലെങ്കിൽ മാൻ മെയ്ഡ് ആണ് അല്ലെ. ഇനി അവസാനം നമ്മൾ ഈ ഒരു ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാണ് കേട്ടോ. അപ്പോ അടുത്തതായിട്ട് നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ളത് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അപ്പൊ എന്താണ് പ്രകൃതിദത്ത ആവാസങ്ങളുടെ പ്രത്യേകത? പ്രകൃതിദത്ത ആവാസങ്ങൾ എന്താണ്? നമ്മുടെ ജീവജാലങ്ങളൊക്കെ നിലനിന്ന് പോവാൻ, നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്തമായ ജീവജാലങ്ങളൊക്കെ നിലനിന്ന് പോകാൻ നിർബന്ധമാണ്. ആവാസ വ്യവസ്ഥകൾ നശിക്കുന്നത് പല ജീവിവർഗങ്ങളുടെയും വംശനാശത്തിന് കാരണമാകും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുമ്പുണ്ടായിരുന്ന പല ജീവികളും ഇപ്പോ ഒന്നെങ്കിൽ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ ഇതുപോലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ആവാസങ്ങൾ നമ്മൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ജീവികളൊക്കെ ഇല്ലാണ്ടായി പോകാൻ അത് കാരണമാവും. അപ്പോ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാട്ടോ. എല്ലാവരും ഓർത്ത് വെക്കണം, എഴുതി വെക്കണം. പ്രകൃതിദത്ത ആവാസങ്ങൾ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ആവാസ വ്യവസ്ഥകൾ നശിക്കുന്നത് പല ജീവിവർഗങ്ങളുടെയും വംശനാശത്തിന് കാരണമാകും. ഓക്കെ, ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ മനുഷ്യനിർമ്മിത ആവാസങ്ങളോ? പ്രകൃതിദത്ത ആവാസങ്ങളെ അപേക്ഷിച്ച് ജൈവ വൈവിധ്യം കുറവാണ്. അപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു, നമ്മുടെ കാടുകളിലൊക്കെ ആയിരക്കണക്കിന് ജീവികൾ അവിടെയുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ നമ്മുടെ പുത്തൂരിലുണ്ടാക്കിയ സുവോളജിക്കൽ പാർക്കിൽ ഇതുപോലെ ആയിരക്കണക്കിന് ജീവികൾ ഉണ്ടാവുമോ? ഇല്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ ജൈവ വൈവിധ്യം കുറവാണ്. അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് വളർത്തുന്ന ജീവികൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ജൈവ വൈവിധ്യം കുറവാണ്. അത് മാത്രമല്ല, ആ മനുഷ്യനിർമ്മിത ആവാസങ്ങള്
മനുഷ്യന്റെ നിരന്തരമായ ഇടപെടലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ നിരന്തരമായ ഇടപെടലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രകൃതിദത്ത ആവാസങ്ങളാണെങ്കിൽ അത് നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പക്ഷേ മനുഷ്യനിർമ്മിത ആവാസങ്ങളാണെങ്കിലോ അത് എപ്പോഴും നിരന്തരമായ മനുഷ്യന്റെ ഇടപെടലുകൾക്ക് വിധേയമാകുന്നു. അതേപോലെ തന്നെ ജൈവ വൈവിധ്യം കുറവാണ് കേട്ടോ. അപ്പോ ഇനി അവസാനമായിട്ട് നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയാനുള്ള കാര്യം നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ കാര്യമാണ് കേട്ടോ. നമ്മുടെ LSS വിന്നർ എന്ന് പറയുന്ന ബാച്ചിന്റെ കാര്യം. നമ്മുടെ ഈ വർഷം നടക്കാൻ പോകുന്ന LSS നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് നമ്മളെ ദൃഢനിശ്ചയത്തോടെ നമ്മൾ ആരംഭിച്ച നമ്മുടെ നല്ല പ്രഗത്ഭരായ നല്ല എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് പേര് ചേർന്ന് ആരംഭിച്ച ഈ 4 കൂട്ടത്തിന്റെ LSS വിന്നർ കോച്ചിങ്ങിലേക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും നമ്മൾ അതിലേക്ക് ഒരിക്കൽ കൂടെ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടല്ലോ ഇതുപോലെ ലൈവ് ക്ലാസ്സസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. മാത്രാണോ, നമ്മൾ ലൈവിൽ എടുത്ത ക്ലാസ്സും ലൈവിൽ എടുക്കാത്ത ക്ലാസ്സും എല്ലാം നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ശനിയാഴ്ചകളിലോ ഞായറാഴ്ചകളിലൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് പഠിക്കാൻ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് മാത്രാണോ, നമ്മൾ സ്റ്റഡി നോട്ട്സ് വരും നിങ്ങൾക്ക്. നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ള കുറെ ചിത്രങ്ങളൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഷോർട്ട് നോട്ടുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും, നമ്മൾ നിങ്ങൾക്ക് തരും. ഈ നോട്ടെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടും. അപ്പൊ ഇത് മാത്രം വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് LSS നേടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് ഈ നോട്ടെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. അത് മാത്രല്ല, നമ്മൾ സൗജന്യമായിട്ട് തരുന്ന നമ്മുടെ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ എക്സാം ഡിസ്കഷൻസ്, നമ്മൾ എക്സാമിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഡിസ്കഷൻ നടത്തും. ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കിയിട്ട് നമ്മൾ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, ബോറടിക്കാതെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് നോട്ടുകൾ തരും. അപ്പൊ ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ക്വിസ് രൂപത്തിലൊക്കെ ഉണ്ടല്ലോ ചോദ്യങ്ങൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നമ്മുടെ ആപ്പിനകത്ത്. അപ്പൊ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ മാർച്ചിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന എക്സാം വരെ, ആ പരീക്ഷ കഴിയുന്നത് വരെ ഈ ഒരു ബാച്ചിന് നമ്മൾ ആകെ ചാർജ് ചെയ്യുന്നത് 1000 രൂപയാണ്. 1000 രൂപ. ഈ 1000 രൂപക്ക് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. അതും LSSന്റെ നിങ്ങളുടെ പരീക്ഷ കഴിയുന്നത് വരെ കേട്ടോ. അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിലോ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലെ അഡ്മിൻസിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ ലൈവ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ മോഡൽ എക്സാമും നമ്മുടെ സൗജന്യ ഓൺലൈൻ ക്ലാസ്സും എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തേക്ക് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു.